രാത്രിയുടെ ശാന്തതയിൽ മനസ്സിന് സമാധാനം നൽകുന്ന രാമകഥ കേട്ടുറങ്ങാം. ഈ കുറച്ചു മിനിറ്റുകൾ നിങ്ങളെ അയോധ്യയുടെ കൊട്ടാരം മുതൽ ലങ്കയിലെ യുദ്ധം വരെ രാമന്റെയും സീതയുടെയും ത്യാഗഭരിതമായ ജീവിതത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മറന്ന് ഈ ഇതിഹാസ കഥയിൽ അലിഞ്ഞുചേരൂ. നമസ്കാരം സ്നേഹിതരെ, വെൽക്കം ടു അവർ ചാനൽ. ഈ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നു. പുറത്തെ ബഹളങ്ങളിൽ നിന്നും, ജോലിയുടെ ടെൻഷനുകളിൽ നിന്നും, ജീവിതത്തിന്റെ ഭാരങ്ങളിൽ നിന്നുമെല്ലാം ഒരു നിമിഷം നമുക്ക് മാറി നിൽക്കാം. കണ്ണുകൾ അടച്ച് ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ആ കാറ്റിനോടൊപ്പം അലിഞ്ഞില്ലാതാവുന്നത് സങ്കൽപ്പിക്കുക. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കാലങ്ങൾക്കപ്പുറത്തേക്ക്, ഓർമ്മകൾ ഉറങ്ങുന്ന ഇതിഹാസങ്ങളുടെ താഴ്വരയിലേക്ക്. എവിടെയോ നമ്മുടെയെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെയും ധർമ്മത്തിൻ്റെയും കഥ കേൾക്കാൻ. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കടമകളെക്കുറിച്ചും നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ചും അവസാനം സത്യം എങ്ങനെ വിജയിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു മഹത്തായ കഥ. രാമന്റെ കഥ, രാമായണം. ഇതൊരു വെറും കഥയല്ല. ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മളിത് കേൾക്കുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും നമുക്ക് വഴികാട്ടിയാകുന്ന ഒരു ദീപസ്തംഭമാണിത്. ഓരോ കഥാപാത്രവും നമ്മളോട് സംസാരിക്കും. ഓരോ സംഭവവും നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ളതായി തോന്നും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അയോധ്യയുടെ മണ്ണിൽ നിന്ന്, സരയൂ നദിയുടെ തീരത്ത് നിന്ന്, ഒരു പുത്രനു വേണ്ടി ദശരഥ മഹാരാജാവ് കാത്തിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന്. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. സരയൂ നദിയുടെ തീരത്ത് ഒരു സ്വർഗം പോലെ ശോഭിച്ചിരുന്ന ഒരു മഹാനഗരം. ഐശ്വര്യവും സമൃദ്ധിയും അവിടെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആ നഗരം ഭരിച്ചിരുന്നത് സൂര്യവംശത്തിലെ പ്രതാപിയായ ദശരഥ മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പ്രജകളെല്ലാം അതീവ സന്തുഷ്ടരായിരുന്നു. ലോകം മുഴുവൻ കീഴടക്കിയ നീതിമാനും ധർമ്മിഷ്ഠനുമായ രാജാവ്. അദ്ദേഹത്തിനെല്ലാം ഉണ്ടായിരുന്നു: സമ്പത്ത്, അധികാരം, പ്രജകളുടെ സ്നേഹം. പക്ഷേ ആ വലിയ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു വലിയ ദുഃഖം തളം കെട്ടി നിന്നിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു: കൗസല്യ, കൈകേയി, സുമിത്ര. പക്ഷെ കാലം ഒരുപാടായിട്ടും ഒരു പിൻഗാമിയെ, ഒരു പുത്രനെ ലഭിച്ചില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വേദന. സൂര്യവംശത്തിന്റെ ദീപം അണഞ്ഞുപോകുമോ എന്നദ്ദേഹം ഭയന്നു. ഒരു രാജാവിന്റെ പേഴ്സണലായ ദുഃഖം മാത്രമായിരുന്നില്ല അത്. ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൂടിയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? ചിലപ്പോൾ നമുക്കെല്ലാം ഉണ്ടെന്ന് തോന്നും: നല്ല ജോലി, വീട്, സൗഹൃദങ്ങൾ. പക്ഷേ മനസ്സിന്റെ ഒരു കോണിൽ മറ്റാർക്കും മനസ്സിലാവാത്ത ഒരു വിഷമം, ഒരു കുറവ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ദശരഥൻ തന്റെ കുലഗുരുവായ വശിഷ്ഠ മഹർഷിയോട് ഈ സങ്കടം പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തേടി അവർ സമീപിച്ചിരുന്നത് ഗുരുക്കന്മാരെയായിരുന്നു. ഇന്നത്തെ പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയായിരുന്നില്ല. കാരണം ഗുരുക്കന്മാർ നൽകിയിരുന്നത് വെറും ഇൻഫർമേഷൻ ആയിരുന്നില്ല, അത് വിസ്ഡമായിരുന്നു, വിവേകമായിരുന്നു. വശിഷ്ഠ മഹർഷി രാജാവിനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു: അങ്ങയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ അങ്ങയ്ക്ക് സന്താനഭാഗ്യം സിദ്ധിക്കും. രാജാവിന് വലിയ സന്തോഷമായി. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഋഷ്യശൃംഖൻ എന്ന മഹർഷിയുടെ കാർമ്മികത്വത്തിൽ അയോധ്യയിൽ ആ മഹായാഗം ആരംഭിച്ചു. മന്ത്രോച്ചാരണങ്ങളാൽ അയോധ്യയുടെ അന്തരീക്ഷം മുഖരിതമായി. യാഗത്തിന്റെ അവസാനത്തിൽ ആ യാഗാഗ്നിയിൽ നിന്നും തേജസ്സോടുകൂടിയ ഒരു ദൈവിക രൂപം ഉയർന്നുവന്നു. ആ രൂപത്തിന്റെ കയ്യിൽ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസമുണ്ടായിരുന്നു. ആ ദൈവിക രൂപം ദശരഥനോട് പറഞ്ഞു: ഹേ രാജാൻ, ദേവന്മാർ അങ്ങയിൽ പ്രസാദിച്ചിരിക്കുന്നു. ഈ പായസം അങ്ങയുടെ പത്നിമാർക്ക് നൽകുക. അങ്ങേക്ക് ധർമ്മിഷ്ഠരായ പുത്രന്മാർ ജനിക്കും. സന്തോഷം കൊണ്ട് ദശരഥന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ പായസവുമായി അന്തഃപുരത്തിലേക്ക് ഓടി. അദ്ദേഹം പായസത്തിന്റെ പകുതി ഭാഗം തന്റെ പട്ടമഹിഷിയായ കൗസല്യയ്ക്ക് നൽകി. ശേഷിച്ച ഭാഗത്തിന്റെ പകുതി സുമിത്രയ്ക്കും ബാക്കിയുള്ളതിന്റെ പകുതി കൈകേയിക്കും നൽകി. അവസാനം ശേഷിച്ച ഭാഗം വീണ്ടും സുമിത്രയ്ക്ക് തന്നെ നൽകി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് സുമിത്രയ്ക്ക് 2 തവണ പായസം ലഭിച്ചത്? പുരാണങ്ങൾ പറയുന്നത് സുമിത്ര മറ്റുള്ളവരെക്കാളും സെൽഫ്ലെസ് ആയിരുന്നു എന്നാണ്. തനിക്ക് ലഭിച്ചതിൽ അവർ പൂർണ്ണ സംതൃപ്തിയായിരുന്നു, കൂടുതൽ ആഗ്രഹിച്ചില്ല. ജീവിതത്തിൽ സംതൃപ്തിയുള്ളവർക്ക് ഈശ്വരൻ വീണ്ടും വീണ്ടും നൽകും എന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം അത്. താമസിയാതെ 3 രാജ്ഞിമാരും ഗർഭം ധരിച്ചു. അയോധ്യയുടെ കാത്തിരിപ്പിന് വിരാമമായി. ചൈത്രമാസത്തിലെ നവമി ദിനത്തിൽ പുണർത്തം നക്ഷത്രത്തിൽ
കൗസല്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. സർവ്വലക്ഷണമൊത്ത, ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയോടെ പിറന്ന ആ കുഞ്ഞാണ് രാമൻ, വിഷ്ണുവിന്റെ അവതാരം. അതിനുശേഷം പൂയം നക്ഷത്രത്തിൽ കൈകേയി ഭരതന് ജന്മം നൽകി. ആയില്യം നക്ഷത്രത്തിൽ സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രസവിച്ചു. സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ജനിച്ചത് അവർക്ക് 2 തവണ പായസം ലഭിച്ചതുകൊണ്ടാണ്. അയോധ്യ ഒന്നടങ്കം ആഹ്ലാദത്തിലാറാടി. 4 രാജകുമാരന്മാരുടെ ജനനം ഒരു ഉത്സവമായി കൊണ്ടാടി. ദശരഥന്റെ ജീവിതം പൂർണ്ണമായി. കൊട്ടാരത്തിലെപ്പോഴും കുട്ടികളുടെ കളിച്ചിരികൾ മുഴങ്ങി. അവർ ഒരുമിച്ചു കളിച്ചു, ഒരുമിച്ചു വളർന്നു. 4 പേരും 4 ശരീരമാണെങ്കിലും ഒരൊറ്റ ആത്മാവ് പോലെയായിരുന്നു. എങ്കിലും രാമനും ലക്ഷ്മണനും തമ്മിലും ഭരതനും ശത്രുഘ്നനും തമ്മിലും ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. രാമൻ എവിടെ പോയാലും ഒരു നിഴൽ പോലെ ലക്ഷ്മണൻ കൂടെയുണ്ടാകും. രാമനെ സേവിക്കുക എന്നത് തന്റെ ജീവിതവ്രതമായി ലക്ഷ്മണൻ സ്വയം തിരഞ്ഞെടുത്തു. ഇതൊരു വലിയ പാഠമാണ്. നമ്മുടെ സഹോദരബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉത്തമ ഉദാഹരണം. അസൂയയോ മത്സരമോ ഇല്ലാത്ത സ്നേഹവും പരസ്പര വിശ്വാസവും മാത്രം നിറഞ്ഞ ബന്ധം. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ദൈവത്തെപ്പോലെ കണ്ടു. ആ ഒരു സബ്മിഷൻ, ആ ഒരു ഡിവോഷൻ ലക്ഷ്മണനെ രാമനെപ്പോലെ തന്നെ മഹാനാക്കി മാറ്റി. ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. കുട്ടിക്കാലം കഴിഞ്ഞു. രാജകുമാരന്മാർക്ക് വിദ്യ അഭ്യസിക്കേണ്ട സമയമായി. കുലഗുരുവായ വശിഷ്ഠന്റെ ഗുരുകുലത്തിൽ അവർ ആയുധവിദ്യയും ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ചു. രാമൻ എല്ലാ വിദ്യകളിലും വളരെ പെട്ടെന്ന് പ്രാവീണ്യം നേടി. ശാന്തനായിരുന്നു, എന്നാൽ പരാക്രമി. മൃദുവായി സംസാരിച്ചു, എന്നാൽ വാക്കുകൾക്ക് ആഴമുണ്ടായിരുന്നു. ഒരു ഐഡിയൽ സ്റ്റുഡന്റ്, ഒരു ഐഡിയൽ പ്രിൻസ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണമെന്നൊക്കെ അവർ അവിടെ നിന്ന് പഠിച്ചു. ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നില്ല അത്. അത് ക്യാരക്ടർ ബിൽഡിംഗ് ആയിരുന്നു, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന പ്രക്രിയ. അങ്ങനെ അയോധ്യയിൽ സമാധാനവും സന്തോഷവും കളിയാടി. ദശരഥൻ തന്റെ മക്കളെ നോക്കി അഭിമാനം കൊണ്ടു. പ്രത്യേകിച്ച് രാമനെ അടുത്ത രാജാവായി വാഴിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പ്രജകൾക്കും അതുതന്നെയായിരുന്നു ഇഷ്ടം. എന്നാൽ ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നതുപോലെ പോകണമെന്നില്ലല്ലോ. ഒരു പുഴ ശാന്തമായി ഒഴുകുമ്പോൾ എവിടെ നിന്നാണ് ഒരു ചുഴി രൂപപ്പെടുക എന്ന് പറയാൻ സാധിക്കില്ല. അയോധ്യയുടെ ആ ശാന്തമായ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റുപോലെ ഒരാൾ വരാനിരുന്നിരാന്ന്. വിശ്വാമിത്രൻ എന്ന മഹർഷി. ആ വരവ് രാമായണമെന്ന ഇതിഹാസത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ തുറക്കാൻ വേണ്ടിയായിരുന്നു. ആ വരവ് രാമന്റെ ജീവിതയാത്രയുടെ തുടക്കമായിരുന്നു. ഒരുനാൾ പ്രഭാതത്തിൽ അയോധ്യയുടെ രാജകൊട്ടാരത്തിലേക്ക് തേജസ്വിയായ ഒരു മഹർഷി കടന്നുവന്നു. സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന രൂപം, നീണ്ട താടിയും ജടയും, കയ്യിലൊരു കമണ്ടലു. അത് വിശ്വാമിത്രനായിരുന്നു. ഒരു കാലത്ത് രാജാവായിരുന്ന, പിന്നീട് തന്റെ തപശക്തി കൊണ്ട് ബ്രഹ്മർഷി പദവി നേടിയ മഹാൻ. വിശ്വാമിത്രന്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു. ദശരഥ മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റ് അദ്ദേഹത്തെ പാദപൂജ ചെയ്ത് സ്വീകരിച്ചു. അല്ലയോ മഹർഷേ, അങ്ങയുടെ ഈ വരവ് ഞങ്ങളെ അനുഗ്രഹീതരാക്കിയിരിക്കുന്നു. അങ്ങേക്കെന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും ഈ ദശരഥന്റെ ജീവൻ വേണമെങ്കിൽ പോലും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ നൽകും. ദശരഥൻ വിനയത്തോടെ പറഞ്ഞു. വിശ്വാമിത്രൻ പുഞ്ചിരിച്ചു. പക്ഷെ ആ പുഞ്ചിരിക്കു പിന്നിൽ ഗൗരവത്തിന്റെ ഒരു നിഴലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാജൻ, ഞാനൊരു യാഗം നടത്തുന്നുണ്ട്. പക്ഷെ മാരീച്ചൻ, സുബാഹു എന്നീ 2 രാക്ഷസന്മാർ അത് മുടക്കാൻ ശ്രമിക്കുന്നു. യാഗഭൂമി അവർ അശുദ്ധമാക്കുന്നു. യാഗദീക്ഷയിലായതുകൊണ്ട് എനിക്കവരെ ശപിക്കാൻ സാധിക്കില്ല. എനിക്ക് അങ്ങയുടെ സഹായം വേണം. തീർച്ചയായും എന്റെ ചതുരംഗ സൈന്യത്തെ ഞാൻ അങ്ങയോടൊപ്പം അയക്കാം. ഞാൻ തന്നെ നേരിട്ട് വന്ന് ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കാം. ദശരഥൻ ഉത്സാഹത്തോടെ പറഞ്ഞു. വിശ്വാമിത്രൻ തലയാട്ടി. വേണ്ട രാജൻ, എനിക്ക് സൈന്യത്തെയല്ല വേണ്ടത്. എനിക്ക് അങ്ങയുടെ മൂത്ത പുത്രനായ രാമനെയാണ് വേണ്ടത്. രാമനു മാത്രമേ ആ രാക്ഷസന്മാരെ വധിക്കാൻ സാധിക്കൂ. ഇത് കേട്ട് ദശരഥൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന്റെ നെഞ്ചിലൊരു ഇടിത്തീ വീണതുപോലെ തോന്നി. രാമനെയോ? എന്റെ രാമൻ വെറും 16 വയസ്സ് കഴിഞ്ഞൊരു ബാലനല്ലേ? അവന് യുദ്ധതന്ത്രങ്ങൾ അറിയില്ല, രാക്ഷസന്മാരുടെ മായകളെക്കുറിച്ചറിയില്ല. അവനെ എങ്ങനെ ഞാൻ മരണത്തിന്റെ വായിലേക്ക് അയക്കും? എന്റെ കൺവെട്ടത്തു നിന്ന് ഒരു നിമിഷം പോലും രാമൻ മാറി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ വാർദ്ധക്യത്തിൽ എനിക്ക് താങ്ങും തണലുമാകേണ്ടവനാണവൻ. ദയവായി രാമനെ ആവശ്യപ്പെടരുത്. മറ്റെന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ദശരഥൻ ഒരു സാധാരണ അച്ഛനായി മാറി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇവിടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സത്യം നമ്മൾ കാണുന്നത്. അറ്റാച്ച്മെന്റ്, അമിതമായ സ്നേഹം, ബന്ധനം. അത് നമ്മുടെ വിവേകത്തെ മറയ്ക്കും. രാമൻ സാധാരണ കുട്ടിയല്ല, വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ദശരഥൻ അറിയാമായിരുന്നു.
പക്ഷേ പുത്രസ്നേഹമെന്ന ബന്ധനം ആ സത്യത്തെ അദ്ദേഹത്തെക്കൊണ്ട് മറപ്പിച്ചു. വിശ്വാമിത്രൻ കോപത്താൽ ജ്വലിച്ചു. രഘുവംശത്തിൽ പിറന്ന ഒരു രാജാവ് വാക്കുമാറ്റി പറയുകയോ? തരാമെന്ന് വാക്ക് തന്നിട്ടിപ്പോൾ ഇല്ലെന്ന് പറയുന്നോ? ഇത് അധർമ്മമാണ് ദശരഥ. വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വന്ന വഴിയെ തിരിച്ചുപോകാം. സഭ നിശബ്ദമായി. കുലഗുരുവായ വസിഷ്ഠൻ എഴുന്നേറ്റു. അദ്ദേഹം ദശരഥന്റെ തോളിൽ കൈവച്ചു പറഞ്ഞു, രാജൻ, അങ്ങ് വിഷമിക്കരുത്. വിശ്വാമിത്രൻ സാധാരണക്കാരനല്ല. അദ്ദേഹത്തോടൊപ്പം രാമനെ അയക്കുന്നത് തീയിൽ സ്വർണം ശുദ്ധീകരിക്കുന്നതുപോലെയാണ്. രാമന്റെ കഴിവുകളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം രാമനെ തന്നെ ചോദിച്ചത്. ഇത് രാമന്റെ വിധിയാണ്, അവന്റെ ജീവിത ദൗത്യത്തിന്റെ തുടക്കമാണ്. ഭയപ്പെടാതെ രാമനെ വിശ്വാമിത്രനൊപ്പം അയക്കുക. അവന് വല്ല ആപത്തും വരില്ല. ലക്ഷ്മണനെയും കൂടെ അയക്കൂ, അവർ പരസ്പരം തുണയാകും. വസിഷ്ഠന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥന് ആശ്വാസമായി. അദ്ദേഹം ഘനമുള്ള ഹൃദയത്തോടെ സമ്മതം മൂളി. രാമനെയും ലക്ഷ്മണനെയും വിളിച്ചുവരുത്തി. അച്ഛന്റെ ദുഃഖം കണ്ടപ്പോൾ രാമൻ ചോദിച്ചു, അച്ഛാ, എന്താണിത്ര വിഷമം? അങ്ങയുടെ ഒരു വാക്കിനുവേണ്ടി ഈ ജീവൻ പോലും നൽകാൻ ഞാൻ തയ്യാറാണ്. ദശരഥൻ നിറകണ്ണുകളോടെ അവരെ വിശ്വാമിത്രന്റെ കയ്യിലേൽപ്പിച്ചു. ഇനി ഇവർ അങ്ങയുടെ പുത്രന്മാരാണ്. ഇവരെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരുമായി യാത്ര തിരിച്ചു. കൊട്ടാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് കാടിന്റെ കഠിനതയിലേക്ക്. ഇത് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിരുന്നു. ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിച്ചാൽ പോരാ, ദുഃഖവും കഷ്ടപ്പാടും അറിഞ്ഞാലേ മനുഷ്യൻ പൂർണ്ണനാകൂ. നമ്മുടെ ജീവിത ഗോൾസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ക്ഷീണം തോന്നും, മടുപ്പ് തോന്നും. അപ്പോഴൊക്കെ നമ്മുടെ ബലയും അതിബലയും നമ്മുടെ വിൽപ്പവറാണ്. അവരുടെ യാത്ര തുടർന്നു. ഭയാനകമായ ഒരു വനത്തിലെത്തിയപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, ഗുരോ, ഈ വനം എന്താ ഇങ്ങനെ? പക്ഷികളുടെ ശബ്ദമില്ല, മൃഗങ്ങളില്ല, ആകെ ഒരു ശ്മശാനമൂകത. വിശ്വാമിത്രൻ പറഞ്ഞു, ഇത് താടകാവനമാണ്. താടക എന്ന രാക്ഷസി ഭരിക്കുന്ന കാട്. അവൾ ഈ വഴി പോകുന്നവരെ എല്ലാം കൊന്നു തിന്നും. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിജനമായി കിടക്കുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ഒരു അലർച്ചയോടെ ഒരു പർവ്വതം ഇളകി വരുന്നതുപോലെ താടക അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാമൻ ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു സ്ത്രീയെ എങ്ങനെ വധിക്കും? അത് ധർമ്മമാണോ? ഇവിടെയാണ് രാമായണം നമുക്ക് വലിയൊരു ലൈഫ് ലെസൺ തരുന്നത്. ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത നിയമങ്ങളെയും വിശ്വാസങ്ങളെയും ചാലഞ്ച് ചെയ്യും. അപ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് നമ്മൾ സംശയിക്കും. വിശ്വാമിത്രൻ രാമന്റെ മനസ്സു വായിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, മടിക്കരുത്. ഇവൾ സ്ത്രീയല്ല, അധർമ്മത്തിന്റെ മൂർത്തിയാണ്. പ്രജകളെ രക്ഷിക്കാൻ വേണ്ടി ദുഷ്ടനായ ഒരാളെ വധിക്കുന്നത് അയാൾ സ്ത്രീയായാലും പുരുഷനായാലും പാപമല്ല. അത് രാജധർമ്മമാണ്. ഡൂ യുവർ ഡ്യൂട്ടി. ഗുരുവിന്റെ വാക്ക് കേട്ട രാമൻ വില്ലെടുത്ത് അസ്ത്രം തൊട്ടു. ഒരൊറ്റ അസ്ത്രം കൊണ്ട് താടകയുടെ ഹൃദയം പിളർന്ന് ആ ഭീകരരൂപി നിലംപതിച്ചു. കാടിന്റെ ശാപം തീർന്നു. രാമൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന കടമ നിർവഹിച്ചു. താടകയെ വധിച്ചതിനു ശേഷം വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, ഞാൻ നിന്നിൽ സംപ്രീതനാണ്. എന്നിട്ട് അദ്ദേഹം അവർക്ക് അതുവരെ ആർക്കും ലഭിക്കാത്ത ദിവ്യമായ അസ്ത്രങ്ങൾ സമ്മാനിച്ചു. ബ്രഹ്മാസ്ത്രം, പാശുപതാസ്ത്രം, നാരായണാസ്ത്രം, അങ്ങനെ പലതരം അസ്ത്രങ്ങൾ. ഓരോ അസ്ത്രവും എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ തിരിച്ചെടുക്കണമെന്നെല്ലാം പഠിപ്പിച്ചു. ഇവിടെയും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ജീവിതത്തിൽ നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്ത് വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ കഴിവുകൾ ലഭിക്കും, പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. താടകയെ വധിക്കാൻ രാമൻ കാണിച്ച ധൈര്യവും ഗുരുവിന്റെ വാക്കിന് നൽകിയ വിലയുമാണ് അദ്ദേഹത്തിന് ഈ ദിവ്യാസ്ത്രങ്ങൾ നേടിക്കൊടുത്തത്. നമ്മൾ ഒരു ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയെ ധൈര്യത്തോടെ നേരിടുമ്പോൾ, ഈ പ്രപഞ്ചം തന്നെ നമുക്ക് പുതിയ അസ്ത്രങ്ങൾ, അതായത് പുതിയ സ്കിൽസ്, പുതിയ നോളജ് നൽകും. ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ചതിനു ശേഷം അവർ യാത്ര തുടർന്നു. അവരുടെ ലക്ഷ്യം വിശ്വാമിത്രന്റെ യാഗശാലയായിരുന്നു. ആ ആശ്രമം സിദ്ധാശ്രമം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് തപസ് ചെയ്ത പുണ്യഭൂമിയായിരുന്നു അത്. ആ ആശ്രമത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഋഷിമാരെല്ലാം സന്തോഷത്തോടെ രാമലക്ഷ്മണന്മാരെ സ്വീകരിച്ചു. വിശ്വാമിത്രൻ യാഗം ആരംഭിച്ചു. രാമനും ലക്ഷ്മണനും 6 ദിവസം ഉറക്കമിളച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് ആ യാഗത്തിന് കാവൽ നിന്നു. 5 ദിവസം സമാധാനപരമായി കടന്നുപോയി. 6ാം ദിവസം യാഗത്തിന്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ അത് സംഭവിച്ചു. ആകാശത്തുനിന്ന് ഭയങ്കരമായ ശബ്ദത്തോടെ മാരീചനും സുബാഹുവും അവരുടെ രാക്ഷസ സൈന്യവുമായി പ്രത്യക്ഷപ്പെട്ടു. അവർ യാഗകുണ്ഡത്തിലേക്ക് രക്തവും മാംസവും വർഷിക്കാൻ തുടങ്ങി. ലക്ഷ്മണൻ കോപം കൊണ്ട് വിറച്ചു.
പക്ഷേ രാമൻ ശാന്തനായിരുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ അജിറ്റേറ്റഡ് ആകുന്നവനല്ല യഥാർത്ഥ വീരൻ, ശാന്തനായി നിന്ന് പരിഹാരം കാണുന്നവനാണ്. രാമൻ മാരീചന്റെ നേരെ മാനാസ്ത്രം എന്ന അസ്ത്രം പ്രയോഗിച്ചു. ആ അസ്ത്രം കൊണ്ട് മാരീചൻ 100 യോജന ദൂരേക്ക് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനെ കൊന്നില്ല, കാരണം ഭാവിയിൽ രാമായണ കഥയിൽ മാരീചന് മറ്റൊരു പ്രധാന റോൾ ചെയ്യാനുണ്ടായിരുന്നു. വിധി ചിലരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തും, ശരിയായ സമയത്ത് വീണ്ടും കൊണ്ടുവരും. അടുത്തത് സുബാഹു ആയിരുന്നു. രാമൻ ആഗ്നേയാസ്ത്രം തൊട്ടുവിട്ടു. ആ അസ്ത്രമേറ്റ് സുബാഹു അഗ്നിയിൽ ഭസ്മമായി പോയി. നേതാക്കന്മാർ വീണതോടെ ബാക്കിയുള്ള രാക്ഷസന്മാർ 4 പാടും ചിതറിയോടി. യാഗം ഒരു തടസ്സവും കൂടാതെ പൂർത്തിയായി. വിശ്വാമിത്രനും മറ്റു ഋഷിമാരും രാമനെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. സിദ്ധാശ്രമം രാക്ഷസമുക്തമായി. രാമൻ തന്റെ 2ാമത്തെ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കി. അടുത്ത ദിവസം പ്രഭാതത്തിൽ വിശ്വാമിത്രൻ രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു, നമ്മുടെ യാത്ര ഇനിയും തീർന്നിട്ടില്ല, നമുക്ക് മിഥിലയിലേക്ക് പോകണം. മിഥിലയിലോ? എന്തിനാണ് ഗുരോ? ലക്ഷ്മണൻ ചോദിച്ചു. വിശ്വാമിത്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു, മിഥിലയിലെ രാജാവായ ജനകന്റെ കൊട്ടാരത്തിൽ പണ്ട് പരമശിവൻ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ വില്ലുണ്ട്. ശൈവജാപം എന്നറിയപ്പെടുന്ന ആ വില്ല് ഇന്നുവരെ ആർക്കും കുലയേറ്റാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജനക മഹാരാജാവ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആരാ വില്ലെടുത്ത് കുലയേറ്റുന്നവോ അവർക്ക് അദ്ദേഹം തന്റെ വളർത്തുമകളായ സീതയെ വിവാഹം കഴിച്ചു നൽകും. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും രാജാക്കന്മാരും വീരന്മാരും ആ വില്ലൊടിക്കാൻ വന്ന് പരാജയപ്പെട്ടു മടങ്ങി. നമുക്കവിടേക്ക് പോകാം, ആ ദിവ്യമായ വില്ലൊന്ന് കാണാമല്ലോ. രാമനും ലക്ഷ്മണനും സമ്മതിച്ചു. അവർ മിഥിലയിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ യാത്രയ്ക്കിടയിൽ ഒരു പഴയ ആശ്രമം കണ്ടു. വിജനമായ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരിടം. അവിടെ ഒരു കല്ല് മാത്രം കാണാനുണ്ടായിരുന്നു. രാമൻ ചോദിച്ചു, ഗുരോ, ഇത് ആരുടെ ആശ്രമമാണ്? എന്താണിങ്ങനെ അനാഥമായി കിടക്കുന്നത്? വിശ്വാമിത്രൻ ഒരു നെടുവീർപ്പോടെ ആ കഥ പറഞ്ഞു തുടങ്ങി. രാമ, ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു. ഈ കാണുന്ന ശില അദ്ദേഹത്തിന്റെ പത്നി അഹല്യയാണ്. ഇത് കേട്ട് രാമനും ലക്ഷ്മണനും ഞെട്ടി. അഹല്യയോ? അവരെങ്ങനെ ശിലയായി മാറി? വിശ്വാമിത്രൻ കഥ തുടർന്നു. അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായ ദേവേന്ദ്രൻ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ വന്ന് അവളെ ചതിച്ചു. ഇതറിഞ്ഞ ഗൗതമ മഹർഷി കോപാകുലനായി. അഹല്യ ശിലയായി മാറട്ടെ എന്ന് ശപിച്ചു. നിരപരാധിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും മഹർഷി കേട്ടില്ല. പിന്നീട് ശാന്തനായപ്പോൾ അദ്ദേഹം അവൾക്ക് ശാപമോക്ഷം നൽകി. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമന്റെ പാദസ്പർശമേൽക്കുമ്പോൾ അവൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന്. അതുവരെ ആരുടെയും കണ്ണിൽപ്പെടാതെ വായു മാത്രം ഭക്ഷിച്ച് അവൾ ഈ ശിലയായി ഇവിടെ കഴിയണം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെയാണ്. ചെയ്യാത്ത തെറ്റിന് നമ്മൾ ശിക്ഷിക്കപ്പെട്ടേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. വർഷങ്ങളോളം ആരും കാണാതെ അറിയാതെ വേദനിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എവിടെയോ ഒരു പ്രതീക്ഷയുടെ കിരണം ബാക്കിയുണ്ടാകും. അഹല്യയുടെ പ്രതീക്ഷ രാമനായിരുന്നു. രാമൻ ആ കഥ കേട്ട് ദുഃഖിതനായി. വിശ്വാമിത്രൻ പറഞ്ഞു, രാമ, നിന്റെ പാദസ്പർശം കൊണ്ട് അവളെ മോചിപ്പിക്കൂ. രാമൻ ആ ശിലയെ ഭക്തിയോടെ തൊട്ടു. ആ നിമിഷം ആ ശിലയിൽ നിന്നും അതിസുന്ദരിയായ അഹല്യ ഒരു ദേവതയെപ്പോലെ ഉയർന്നുവന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന്, തപസ്സിന് അവസാനമായി. അവർ കണ്ണീരോടെ രാമന്റെ കാൽക്കൽ വീണു. രാമൻ അവരെ അമ്മയെപ്പോലെ വണങ്ങി. അപ്പോഴേക്കും ഗൗതമ മഹർഷിയും അവിടെ എത്തി. തന്റെ പത്നിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. രാമൻ ഒരു സ്ത്രീക്ക്, സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാൾക്ക് അവരുടെ നഷ്ടപ്പെട്ട ഗൗരവം തിരിച്ചുകൊടുത്തു. അത് രാമന്റെ മഹത്വമായിരുന്നു. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി അവരുടെ അനുഗ്രഹവും വാങ്ങി രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് യാത്ര തുടർന്നു. അവിടെ അവരെ കാത്തിരുന്നത് രാമായണത്തിലെ ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തമായിരുന്നു, സീതാരാമ സംഗമം. അവരുടെ ജീവിതത്തിലെ പുതിയൊരധ്യായം അവിടെ തുടങ്ങാനിരിക്കുകയായിരുന്നു. മിഥില എന്ന മഹാനഗരിയിലേക്ക് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം പ്രവേശിച്ചു. ജനകമഹാരാജാവ് അവരെ വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു. വിശ്വാമിത്രൻ വന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. രാജൻ, ഇവർ ദശരഥന്റെ പുത്രന്മാരാണ്. അങ്ങയുടെ കൊട്ടാരത്തിലുള്ള ശൈവജാപം കാണുവാനാണ് ഇവർ വന്നിരിക്കുന്നത്. ജനകമഹാരാജാവിന്റെ മുഖത്ത് ഒരു വിഷാദഭാവം നിഴലിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ മഹർഷേ, ആ വില്ലിന്റെ കഥ ഞാൻ പറയാം. അത് സാധാരണ ഒരു വില്ലല്ല. ഒരിക്കൽ ദേവന്മാർ എന്റെ പൂർവികനായ ദേവരാതന് സമ്മാനിച്ചതാണ്. പരമശിവന്റെ വില്ലാണ്. പിന്നീട് അത് എന്റെ കൈവശം വന്നു. ഒരു ദിവസം എന്റെ മകൾ സീത കളിക്കുന്നതിനിടയിൽ ആ വില്ല് അനായാസം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കുന്നത് ഞാൻ കണ്ടു. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു.
അന്നാണ് ഞാൻ ആ പ്രതിജ്ഞയെടുത്തത്, ഈ വില്ല് ആരാണോ എടുത്തു കുലയേറ്റുന്നത് അവർക്ക് ഞാൻ എന്റെ മകളെ വിവാഹം കഴിച്ചുകൊടുക്കും. അതിനുശേഷം എത്രയെത്ര രാജാക്കന്മാർ ഇവിടെ വന്നു, ബലവാന്മാരായ അഹങ്കാരികളായ വീരന്മാർ. അവർക്കെല്ലാം ആ വില്ലൊന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. ലങ്കയിലെ രാജാവായ രാവണൻ പോലും വന്ന് പരാജയപ്പെട്ടു മടങ്ങി. അവർ ലജ്ജിതരായി കോപിഷ്ഠരായി എന്റെ രാജ്യത്തെ ആക്രമിച്ചു. 1 വർഷത്തോളം ഞാൻ അവരുമായി യുദ്ധം ചെയ്തു. അവസാനം ദേവന്മാരുടെ സഹായത്തോടെയാണ് ഞാൻ വിജയിച്ചത്. അന്നുമുതൽ ഈ വില്ല് എന്റെ ദുഃഖത്തിന്റെ കാരണമായി മാറി. എന്റെ മകൾക്ക് വിവാഹപ്രായമായി. ഈ പ്രതിജ്ഞ കാരണം അവളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ എന്നോർത്ത് ഞാൻ എന്നും വിഷമിക്കുന്നു. ഇവിടെ ജനകന്റെ അവസ്ഥ നോക്കൂ. ഒരച്ഛന്റെ നിസ്സഹായത. ചിലപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ പ്രതിജ്ഞകൾ പിന്നീട് നമുക്ക് തന്നെ ഒരു ഭാലമായി മാറിയേക്കാം. പക്ഷെ ആ വാക്ക് മാറ്റാനും കഴിയില്ല. അതാണ് ധർമ്മസങ്കടം. വിശ്വാമിത്രൻ പുഞ്ചിരിച്ചു. അങ്ങ് വിഷമിക്കേണ്ട, ആ വില്ല് രാമനെ കാണിച്ചു കൊടുക്കൂ. ജനകന്റെ നിർദ്ദേശപ്രകാരം 500ഓളം ഭടന്മാർ ഒരു വലിയ പേടകത്തിൽ 8 ചക്രങ്ങളുള്ള ഒരു വണ്ടിയിൽ ആ ഭീമാകാരമായ വില്ല് സഭയിലേക്ക് കൊണ്ടുവന്നു. ഒരു പർവ്വതം പോലെ അത് സഭയുടെ നടുവിൽ ശോഭിച്ചു. കണ്ടുനിന്ന രാജാക്കന്മാരെല്ലാം അത്ഭുതപ്പെട്ടു. വിശ്വാമിത്രൻ രാമന്റെ നേരെ നോക്കി. ആ നോട്ടത്തിൽ എല്ലാം അടങ്ങിയിരുന്നു. രാമ, ഈ വില്ലൊന്നു നോക്കൂ. ഗുരുവിന്റെ അനുവാദത്തോടെ രാമൻ പതിയെ എഴുന്നേറ്റു. സഭയിലുള്ളവരെല്ലാം ശ്വാസം അടക്കിപ്പിടിച്ചു നോക്കി നിന്നു. രാമൻ ആ വില്ലിന്റെ അടുത്തേക്ക് നടന്നു. ഒരു നിമിഷം അതിനെ വണങ്ങി. എന്നിട്ട് ഒരു കളിപ്പാട്ടമെടുക്കുന്ന ലാഘവത്തോടെ ഇടത് കൈകൊണ്ട് ആ വില്ലുയർത്തി. സഭ ഒന്നടങ്കം സ്തബ്ധരായിപ്പോയി. രാമൻ വില്ലിന്റെ ഒരറ്റം കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് മറുഭാഗം വളച്ച് ഞാൻ കെട്ടാനായി ശ്രമിച്ചു. ആ നിമിഷം കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടെ ഒരു ഇടിമിന്നൽ പോലെ ആ മഹത്തായ വില്ല് നടുവേ ഒടിഞ്ഞു. ആ ശബ്ദത്തിൽ ഭൂമി കുലുങ്ങി. വിശ്വാമിത്രനും ജനകനും രാമനും ലക്ഷ്മണനും ഒഴികെ സഭയിലുണ്ടായിരുന്നവരെല്ലാം ബോധം കെട്ടുവീണു. ജനകമഹാരാജാവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ദുഃഖം ആനന്ദക്കണ്ണുനീരായി മാറി. അദ്ദേഹം ഓടിവന്ന് രാമനെ കെട്ടിപ്പിടിച്ചു. എന്റെ പ്രതിജ്ഞ സഫലമായി. എന്റെ മകൾക്ക് ഇതിലും യോഗ്യനായ ഒരു വരന് ലഭിക്കാനില്ല. ഇതിനിടയിൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ തോഴിമാരോടൊപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് സീത നിൽക്കുന്നുണ്ടായിരുന്നു. രാമനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്റെ ഹൃദയം രാമന് സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു സീത. രാമൻ വില്ലൊടിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. രാമായണത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥ അവിടെ തുടങ്ങുകയായിരുന്നു. പരസ്പരം കാണുന്നതിനു മുൻപേ മനസ്സുകൊണ്ടൊന്നായ 2 പേർ. അതാണ് യഥാർത്ഥ പ്രണയം. ശരീരങ്ങൾക്കപ്പുറം ആത്മാക്കൾ തമ്മിലുള്ള അടുപ്പം. ജനകൻ ഉടൻ തന്നെ ദൂതന്മാരെ അയോധ്യയിലേക്ക് അയച്ചു. ദശരഥ മഹാരാജാവിനെ വിവാഹത്തിന് ക്ഷണിച്ചു. വാർത്തയറിഞ്ഞ ദശരഥനും രാജ്ഞിമാരും അയോധ്യയിലെ പ്രജകളും ആനന്ദത്തിൽ ആറാടി. ദശരഥൻ പരിവാരങ്ങളോടും പുത്രന്മാരായ ഭരതനോടും ശത്രുഘ്നനോടുമൊപ്പം മിഥിലയിലേക്ക് പുറപ്പെട്ടു. മിഥില ഒരു വിവാഹവേദി പോലെ അണിഞ്ഞൊരുങ്ങി. ദശരഥനെയും സംഘത്തെയും ജനകൻ സധർമ്മം സ്വീകരിച്ചു. വിവാഹച്ചടങ്ങുകൾ ആരംഭിച്ചു. ശുഭമുഹൂർത്തത്തിൽ ജനകമഹാരാജാവ് തന്റെ മകളായ സീതയുടെ കൈപിടിച്ച് രാമന്റെ കയ്യിൽ കൊടുത്തു. ഇവളെന്റെ മകൾ സീത, ഇന്നുമുതൽ അങ്ങയുടെ സഹധർമ്മിണി. സുഖത്തിലും ദുഃഖത്തിലും അങ്ങേക്ക് കൂട്ടായി ഇവളുണ്ടാകും. ആ മംഗളമുഹൂർത്തത്തിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. അതോടൊപ്പം ജനകന്റെ സഹോദരനായ കുശധ്വജന്റെ പുത്രിമാരെ മറ്റ് 3 സഹോദരന്മാർക്കും വിവാഹം കഴിച്ചുകൊടുക്കാൻ തീരുമാനിച്ചു. ലക്ഷ്മണൻ സീതയുടെ അനുജത്തിയായ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതികീർത്തിയെയും വിവാഹം ചെയ്തു. 4 സഹോദരന്മാരും ഒരേ പന്തലിൽ വിവാഹിതരായി. മിഥിലയും അയോധ്യയും ഒന്നായി ആ വിവാഹം ആഘോഷിച്ചു. വിവാഹശേഷം അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ഒരു അപ്രതീക്ഷിത അതിഥി അവരുടെ വഴി തടഞ്ഞു. കയ്യിലൊരു മഴുവും തോളിലൊരു വില്ലുമായി കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ഭാർഗവരാമൻ അഥവാ പരശുരാമൻ. ക്ഷത്രിയ വംശത്തിന്റെ അന്തകനായ പരശുരാമൻ. ആരാണെന്റെ ഗുരുവായ പരമശിവന്റെ വില്ലൊടിച്ചത്? ആരാണവൻ? അവൻ എന്റെ കൺമുന്നിൽ വരട്ടെ. പരശുരാമൻ ഗർജിച്ചു. പരശുരാമന്റെ ഗർജനം കേട്ട് ദശരഥ മഹാരാജാവ് ഭയന്നു വിറച്ചു. അദ്ദേഹം ഓടിച്ചെന്ന് പരശുരാമന്റെ കാൽക്കൽ വീണു. മഹർഷേ, ക്ഷമിക്കണം. എന്റെ മകൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അവനൊരു ബാലനാണ്. അവനോട് പൊറുക്കണം. എന്നാൽ പരശുരാമൻ ദശരഥനെ ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ രാമനെ തേടുകയായിരുന്നു. കോപം കൊണ്ട് ചുവന്ന ആ കണ്ണുകൾ രാമനിൽ ഉടക്കി നിന്നു. ശാന്തനായി എന്നാൽ ഉറച്ച കാൽവെപ്പുകളോടെ രാമൻ മുന്നോട്ടു വന്നു. അല്ലയോ ഭാർഗവരാമ, ശിവധനുസ്സൊടിച്ചത് ഞാൻ തന്നെയാണ്.
രാമന്റെ ശാന്തത പരശുരാമന്റെ കോപത്തെ ആളിക്കത്തിച്ചു. അഹങ്കാരിയായ ക്ഷത്രിയ, അതിന്റെ ഫലം നീ അനുഭവിക്കും. നീ ശരിക്കുമൊരു വീരനാണെങ്കിൽ ഇതാ എന്റെ കയ്യിലുള്ള ഈ വൈഷ്ണവചാപം, ശരംഗം എന്ന ഈ വില്ല്, ഇതൊന്ന് കുലയേറ്റു. നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ നിന്നെ ഒരു യോദ്ധാവായി അംഗീകരിക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാമൻ ഒടിച്ചത് ശിവന്റെ വില്ലായ പിനാകമായിരുന്നു. പരശുരാമന്റെ കയ്യിലുള്ളത് വിഷ്ണുവിന്റെ വില്ലായ ശരംഗം. രണ്ടും വിശ്വകർമാവ് നിർമ്മിച്ചതാണ്, തുല്യശക്തിയുള്ളവ. ഒരവതാരം മറ്റൊരവതാരത്തെ പരീക്ഷിക്കുകയായിരുന്നു അവിടെ. പരശുരാമനും വിഷ്ണുവിന്റെ ഒരു അവതാരമാണ്. രാമൻ യഥാർത്ഥത്തിൽ വിഷ്ണു തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ പരീക്ഷണം. ലക്ഷ്മണന് സഹിച്ചില്ല. അവൻ ദേഷ്യത്തോടെ മുന്നോട്ടു വന്നു. അല്ലയോ മഹർഷേ, അങ്ങൊരു ബ്രാഹ്മണനാണെന്ന് കരുതി എന്തും പറയാമെന്നോ? ഇവിടെ വീരന്മാർക്കൊരു കുറവുമില്ല. ഒരു പഴയ വില്ലൊടിഞ്ഞതിന് ഇത്ര കോപിക്കാൻ മാത്രം എന്തിരിക്കുന്നു? പരശുരാമൻ ലക്ഷ്മണന്റെ നേരെ തിരിഞ്ഞു. ചെറുക്ക, നിന്റെ നാക്കിന് നീളം കൂടുതലാണല്ലോ, നിന്നെ ഞാൻ ഈ മഴുവൻ ഇരയാക്കും. രാമൻ ലക്ഷ്മണനെ കണ്ണുകൊണ്ട് വിലക്കി. എന്നിട്ട് പരശുരാമനോട് വിനയത്തോടെ പറഞ്ഞു, അങ്ങൊരു ബ്രാഹ്മണനും മഹർഷിയുമാണ്. അങ്ങെനിക്ക് പൂജനീയനാണ്. അതുകൊണ്ട് അങ്ങയെ ഞാൻ ഒന്നും പറയില്ല. പക്ഷെ അങ്ങ് ക്ഷത്രിയ വംശത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നു. ഒരു വെല്ലുവിളി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടത് ക്ഷത്രിയധർമ്മമാണ്. അതും പറഞ്ഞ് രാമൻ പരശുരാമന്റെ കയ്യിൽ നിന്നും ആ വൈഷ്ണവചാപം വാങ്ങി. ഒരു നിമിഷം കൊണ്ട് അതിൽ ഞാൻ കോർത്തു. എന്നിട്ട് അതിലൊരു അസ്ത്രം തൊടുത്തു. ആ അസ്ത്രം സജ്ജമായതോടെ പരശുരാമന്റെ ശരീരത്തിലെ ദിവ്യമായ തേജസ്സെല്ലാം രാമനിലേക്ക് പ്രവേശിച്ചു. പരശുരാമൻ സ്തബ്ധനായി നിന്നുപോയി. തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹത്തിന്റെ അഹങ്കാരവും കോപവും ആ നിമിഷം അലിഞ്ഞില്ലാതായി. രാമൻ ചോദിച്ചു, മഹർഷേ, ഈ അസ്ത്രം ഞാൻ എവിടേക്കാണ് അയക്കേണ്ടത്? വിഷ്ണുവിന്റെ അസ്ത്രം ഒരിക്കലും പാഴാകാൻ പാടില്ല. അങ്ങയുടെ നേർക്ക് എനിക്കിത് പ്രയോഗിക്കാൻ കഴിയില്ല. കാരണം അങ്ങ് ബ്രാഹ്മണനാണ്, എന്റെ ഗുരു തുല്യനാണ്. പരശുരാമൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാമ, നീ സാക്ഷാൽ നാരായണൻ തന്നെ. എനിക്ക് തെറ്റുപറ്റി. എന്റെ അഹങ്കാരത്തെ നീ ഇല്ലാടാക്കി. ഞാൻ എന്റെ തപശക്തി കൊണ്ട് നേടിയ പുണ്യലോകങ്ങളുണ്ട്. എന്റെ ഗമനശക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ലോകങ്ങളിലേക്കുള്ള എന്റെ യാത്രയെ ഈ അസ്ത്രം കൊണ്ടില്ലാതാക്കുക. ഇനി മുതൽ ഞാൻ മഹേന്ദ്രപർവ്വതത്തിൽ പോയി തപസ് ചെയ്യാം. രാമൻ ആ അസ്ത്രം പരശുരാമൻ പറഞ്ഞ ദിശയിലേക്ക് അയച്ചു. അതോടെ പരശുരാമൻ രാമനെ വലം വെച്ച് നമസ്കരിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പരശുരാമന്റെ അഹങ്കാരമാണ് രാമൻ ഇല്ലാതാക്കിയത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അറിവ്, കഴിവ്, സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള അഹങ്കാരം നമ്മളെ നശിപ്പിക്കും. ആ ഈഗോ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം എല്ലാവർക്കും സമാധാനമായി. അവർ യാത്ര തുടർന്ന് അയോധ്യയിലെത്തി. അയോധ്യാനഗരം ഒരു ദുൽഹനെ പോലെ അണിഞ്ഞൊരുങ്ങിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെയും പുതിയ മരുമക്കളെയും സ്വീകരിക്കാൻ പ്രജകൾ ഒന്നടങ്കം കാത്തുനിന്നു. വലിയ ആഘോഷങ്ങളോടെ അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. രാമനും സീതയും, ലക്ഷ്മണനും ഊർമിളയും, ഭരതനും മാണ്ഡവിയും, ശത്രുഘ്നനും ശ്രുതികീർത്തിയും അയോധ്യയിൽ സന്തോഷത്തോടെ ജീവിച്ചു. കാലം കടന്നുപോയി. ദശരഥ മഹാരാജാവിന് പ്രായമായി. അദ്ദേഹം തന്റെ മന്ത്രിമാരുമായി, ഗുരുക്കന്മാരുമായി ആലോചിച്ചു. തന്റെ മൂത്തപുത്രനായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ അയോധ്യയിൽ പടർന്നു. ജനങ്ങൾ ആഹ്ലാദരാവങ്ങൾ മുഴങ്ങി. രാമൻ രാജാവാകുന്നു എന്ന വാർത്തയേക്കാൾ വലിയൊരു സന്തോഷം അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. അയോധ്യയിൽ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സന്തോഷത്തിന്റെ ആ കൊടുമുടിയിൽ നിന്നും അയോധ്യ ദുഃഖത്തിന്റെ ആഴങ്ങളിലേക്ക് പതിക്കാൻ പോവുകയായിരുന്നു. എല്ലാ സന്തോഷങ്ങൾക്കും പിന്നിലും ഒരു ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ടാകും. എല്ലാ വെളിച്ചത്തിനു പിന്നിലും ഒരു നിഴലും. ആ നിഴൽ കൈകേയിയുടെ ദാസിയായ മന്ധരയുടെ രൂപത്തിൽ കൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ പതിയെ ചലിച്ചു തുടങ്ങിയിരുന്നു. അയോധ്യയുടെയും രാമന്റെയും ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ കറുത്ത ദിനങ്ങളിലേക്കാണ് കഥ ഇനി നീങ്ങുന്നത്. രാമന്റെ പട്ടാഭിഷേക വാർത്ത അയോധ്യയിൽ ഉത്സവമായി മാറിയപ്പോൾ കൊട്ടാരത്തിലെ ഒരു അന്തഃപുരത്തിൽ അസൂയയുടെയും പകയുടെയും വിഷവിത്തുകൾ മുളയ്ക്കുകയായിരുന്നു. കൈകേയിയുടെ ദാസിയായ മന്ധര, കൂനുള്ള ആ സ്ത്രീ, രാമനോടുള്ള സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞു. കൈകേയിയുടെ മകനായ ഭരതൻ രാജാവാകണം, രാമൻ കാട്ടിൽ പോകണം, ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. മന്ധര ഓടിച്ചെന്ന് കൈകേയിയുടെ അടുത്തെത്തി. അല്ലയോ രാജ്ഞി, അങ്ങിവിടെ സന്തോഷിച്ചിരിക്കുകയാണോ? അങ്ങയുടെ ജീവിതം നശിക്കാൻ പോകുന്നു. കൗസല്യയുടെ മകൻ രാമൻ നാളെ യുവരാജാവാകും. അതോടെ അങ്ങ് കൗസല്യയുടെ ദാസിയാകും. അങ്ങയുടെ മകൻ ഭരതൻ രാമന്റെ അടിമയായി ജീവിക്കേണ്ടിവരും. ഇതാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ആദ്യം കൈകേയിക്ക് ദേഷ്യം വന്നു. നിർത്തൂ മന്ധരേ, രാമൻ എന്റെ ഭരതനേക്കാൾ പ്രിയപ്പെട്ടവനാണ്.
രാമൻ രാജാവാകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കൈകേയി തന്റെ കഴുത്തിലെ മുത്തുമാലയെടുത്ത് മന്ധരയ്ക്ക് സമ്മാനമായി നൽകാൻ പോലും ശ്രമിച്ചു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു നല്ല മനുഷ്യന്റെ മനസ്സിൽ പോലും തുടർച്ചയായി വിഷം കുത്തിവെച്ചാൽ ആ മനസ്സ് പതിയെ കറുത്തുപോകും. മന്ധര പിന്മാറിയില്ല. അവൾ മണിക്കൂറുകളോളം കൈകേയിയുടെ ചെവിയിൽ വിഷം ചീറ്റി. ഭരതന്റെ ഭാവിയെക്കുറിച്ച്, കൈകേയിയുടെ സ്ഥാനത്തെക്കുറിച്ച്. പതിയെ പതിയെ കൈകേയിയുടെ മനസ്സ് മാറിത്തുടങ്ങി. രാമനോടുള്ള സ്നേഹത്തിന്റെ സ്ഥാനത്ത് ഭയവും അസൂയയും സ്ഥാനം പിടിച്ചു. മന്ധര ആ പഴയ തുറുപ്പുചീട്ട് പുറത്തെടുത്തു. രാജ്ഞി, അങ്ങ് മറന്നുപോയോ? പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിന്റെ തേര് കേടായപ്പോൾ അങ്ങ് സ്വന്തം വിരൽ അച്ചാണിക്ക് പകരമായി വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചില്ലേ? അന്ന് സന്തോഷത്താൽ അദ്ദേഹം അങ്ങയ്ക്ക് 2 വരങ്ങൾ വാഗ്ദാനം ചെയ്തില്ലേ? അങ്ങത് പിന്നീട് ചോദിച്ചോളാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചില്ലേ? ആ വരങ്ങൾ ചോദിക്കാൻ ഇതാണ് ശരിയായ സമയം. കൈകേയിയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ മന്ധരയുടെ തന്ത്രത്തിൽ പൂർണ്ണമായി വീണുപോയി. അവൾ കോപാകുലയായി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് കോപഗൃഹത്തിൽ, ദേഷ്യം വരുമ്പോൾ രാജ്ഞിമാർ പോയിരിക്കുന്ന മുറിയിൽ പോയി കിടന്നു. പട്ടാഭിഷേകത്തിന്റെ സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ദശരഥൻ കൈകേയിയെ ആ കോലത്തിൽ കണ്ട് ഞെട്ടിപ്പോയി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞിയുടെ ദുഃഖം അദ്ദേഹത്തിന് താങ്ങാനായില്ല. പ്രിയേ, എന്തുപറ്റി? ആരാണ് നിന്നെ അപമാനിച്ചത്? നിനക്കെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ സാധിച്ചു തരാം. എന്റെ രാമനെയാണേ സത്യം, നീ ചോദിക്കുന്നതെന്തും ഞാൻ നൽകും. ഇതായിരുന്നു കൈകേയി കാത്തിരുന്ന വാക്ക്. അവൾ എഴുന്നേറ്റിരുന്നു. അങ്ങെനിക്ക് പണ്ട് വാഗ്ദാനം ചെയ്ത ആ 2 വരങ്ങൾ എനിക്കിപ്പോൾ വേണം. ചോദിച്ചോളൂ, ദശരഥൻ പറഞ്ഞു. കൈകേയിയുടെ ക്രൂരമായ വാക്കുകൾ ആ കൊട്ടാരത്തിൽ മുഴങ്ങി. 1-ാമത്തെ വരം, എന്റെ മകൻ ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. 2-ാമത്തെ വരം, രാമൻ മരവുരി ധരിച്ച് ഒരു താപസനെപ്പോലെ 14 വർഷം ദണ്ഡകാരണ്യത്തിൽ വനവാസം നടത്തണം. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ദശരഥന്റെ ഹൃദയത്തിൽ തറച്ചു. അദ്ദേഹം ബോധരക്ഷനായി നിലത്തു വീണു. ബോധം വന്നപ്പോൾ അദ്ദേഹം കൈകേയിയുടെ കാൽക്കൽ വീണ് കരഞ്ഞു. കൈകേയി, നീ എന്താണീ പറയുന്നത്? രാമനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ലോകം മുഴുവൻ എനിക്ക് തന്നാലും രാമനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിനക്ക് ഈ രാജ്യം വേണമെങ്കിൽ എടുത്തോളൂ, ഭരതൻ രാജാവാകട്ടെ. പക്ഷേ എന്റെ രാമനെ കാട്ടിലേക്ക് അയക്കരുത്. ആ കുമാരൻ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ കൈകേയിയുടെ ഹൃദയം അപ്പോഴേക്കും കല്ലായി മാറിയിരുന്നു. അന്ന് സത്യം ചെയ്തുപോയി. രഘുവംശത്തിൽ പിറന്നവർ വാക്ക് മാറ്റാറില്ല. സത്യം ലംഘിക്കുന്നതിൽ വലിയ അധർമ്മം വേറെയില്ല. ഒന്നുകിൽ അങ്ങ് വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ സത്യം ലംഘിച്ചവനെന്ന് അപകീർത്തി പേറി ജീവിക്കുക. ദശരഥൻ നിസ്സഹായനായി. അദ്ദേഹം നിലവിളിച്ചു, കരഞ്ഞു, യാചിച്ചു. പക്ഷേ കൈകേയിയുടെ മനസ്സലിഞ്ഞില്ല. നേരം പുലർന്നു. പട്ടാഭിഷേകത്തിനുള്ള സമയമായി. മന്ത്രിയായ സുമന്ത്രൻ രാജാവിനെ വിളിക്കാൻ വന്നു. കൈകേയിയുടെ ക്രൂരമായ നിർദ്ദേശപ്രകാരം സുമന്ത്രൻ രാമനെ വിളിച്ചുകൊണ്ടുവരാൻ പോയി. ഒന്നും അറിയാതെ പട്ടാഭിഷേകത്തിന് തയ്യാറായി സീതയോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്ന രാമൻ അച്ഛൻ വിളിക്കുന്നു എന്നറിഞ്ഞ് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വന്നു. അവിടെ ദുഃഖം കൊണ്ട് തളർന്ന് നിലത്ത് കിടക്കുന്ന അച്ഛനെയും രൗദ്രഭാവത്തോടെ നിൽക്കുന്ന കൈകേയിയെയും കണ്ടപ്പോൾ രാമന് കാര്യം പന്തിയല്ല എന്ന് തോന്നി. രാമൻ കൈകേയിയോട് വിനയത്തോടെ ചോദിച്ചു, അമ്മേ, അച്ഛൻ എന്താണിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? കൈകേയി പറഞ്ഞു, രാമ, നിന്റെ അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ നിന്നോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിനത് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം വാക്ക് തന്ന ഒരു കാര്യം നീ ചെയ്യുമെങ്കിൽ ഞാൻ പറയാം. രാമൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിക്കൊരു മാറ്റവുമില്ലായിരുന്നു. അമ്മേ, അച്ഛൻ പറഞ്ഞാൽ ഞാൻ തീയിൽ ചാടാനും തയ്യാറാണ്. അങ്ങ് പറയൂ, എന്താണ് കാര്യം? കൈകേയി ആ 2 വരങ്ങളും രാമനോട് പറഞ്ഞു. ഭരതൻ രാജാവാകണം. രാമൻ 14 വർഷം വനവാസത്തിന് പോകണം. ആ വാക്കുകൾ കേട്ടിട്ടും രാമന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ലായിരുന്നു. സന്തോഷമോ ദുഃഖമോ കോപമോ ഇല്ല. ഒരു പുഞ്ചിരിയോടെ രാമൻ പറഞ്ഞു, അത്രയേ ഉള്ളോ? അച്ഛൻ പറഞ്ഞാൽ മതി. അമ്മയുടെ വാക്കും എനിക്കതുതന്നെയാണ്. ഭരതൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. അവൻ രാജാവാകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ കാര്യമോ സുഖങ്ങളോ എനിക്ക് വലുതല്ല. അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിലാണ് എന്റെ ധർമ്മം. ഞാനിപ്പോൾ തന്നെ വനവാസത്തിന് തയ്യാറാണ്. ഇതാണ് രാമൻ. ഇതാണ് ഒരു ഐഡിയൽ സൺ, ഒരു ഐഡിയൽ ബ്രദർ. അധികാരം നഷ്ടപ്പെട്ടതിലോ സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നതിലോ രാമന് ഒരു വിഷമവുമില്ല.
അച്ഛന്റെ സത്യം, അതാണ് രാമന് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രമാത്രം തളർന്നു പോകുന്നു. ഇവിടെ രാമൻ ഒരു സാമ്രാജ്യം മുഴുവൻ ഒരു ചിരിയോടെ വേണ്ടെന്ന് വെച്ചു. ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. രാമൻ അച്ഛന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അമ്മയായ കൗസല്യയോടും ഭാര്യയായ സീതയോടും യാത്ര പറയാൻ പോയി. രാമൻ നേരെ പോയത് അമ്മയായ കൗസല്യയുടെ അടുത്തേക്കാണ്. പട്ടാഭിഷേകത്തിനായി പൂജകളും പ്രാർത്ഥനകളുമായി ഇരിക്കുകയായിരുന്നു ആ അമ്മ. മകൻ വനവാസത്തിന് പോവുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ കൗസല്യയുടെ ഹൃദയം തകർന്നുപോയി. അവർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, രാമാ, ഇത് ഞാൻ കേൾക്കുന്നത് സത്യമാണോ? നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? കൈകേയിക്ക് നിന്നെ കാട്ടിലേക്ക് അയക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ. നിന്റെ കൂടെ കാട്ടിൽ കഴിയുന്നതാണ് എനിക്ക് ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിലും സന്തോഷം. രാമൻ അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മേ, അച്ഛൻ ഇപ്പോൾ തന്നെ ദുഃഖം കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അമ്മയും അദ്ദേഹത്തെ വിട്ടുപോയാൽ അച്ഛൻ മരിച്ചുപോകും. അച്ഛനെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയേണ്ടത് അമ്മയുടെ ധർമ്മമാണ്. 14 വർഷം കണ്ണിമ പെട്ടുന്ന വേഗത്തിൽ കടന്നുപോകും. ഞാൻ ഉറപ്പായും തിരിച്ചുവരും. അമ്മയെ സമാധാനിപ്പിച്ച് രാമൻ അടുത്തത് തന്റെ പ്രിയപത്നിയായ സീതയുടെ അടുത്തേക്ക് ചെന്നു. വനവാസത്തിന്റെ കാര്യം കേട്ടപ്പോൾ സീത ആദ്യം ചിരിച്ചു. അതൊരു തമാശയാണെന്നാണ് അവർ കരുതിയത്. എന്നാൽ രാമന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ സീതയുടെ ഹൃദയം പിടഞ്ഞു. രാമൻ പറഞ്ഞു, സീതേ, ഞാൻ 14 വർഷത്തേക്ക് വനവാസത്തിന് പോകുകയാണ്. നീ കൊട്ടാരത്തിൽ എന്റെ അമ്മമാരെയും അച്ഛനെയും നോക്കി ഭരതനെ അനുസരിച്ച് ജീവിക്കണം. ഇതുകേട്ട സീതയുടെ കണ്ണുകളിൽ ദുഃഖമായിരുന്നില്ല, ദൃഢനിശ്ചയമായിരുന്നു. അവർ പറഞ്ഞു, അങ്ങില്ലാത്ത സ്വർഗം തോലും എനിക്കു വേണ്ട. അങ്ങ് പോകുന്നിടമാണ് എനിക്ക് അയോധ്യ. കാട്ടിലെ മുള്ളുകൾ എനിക്ക് പൂമെത്തെ ആയിരിക്കും. അങ്ങയുടെ കൂടെയുള്ള വനവാസം എനിക്ക് കൊട്ടാരവാസത്തേക്കാൾ സുഖമാണ്. ഭർത്താവിന്റെ നിഴലായി കൂടെ നിൽക്കുക എന്നതാണ് ഒരു ഭാര്യയുടെ ധർമ്മം. ദയവായി എന്നെയും കൂടെ കൊണ്ടുപോകൂ. രാമൻ ഒരുപാട് പറഞ്ഞു നോക്കി. കാട്ടിലെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച്, രാക്ഷസന്മാരുടെ ഭീഷണിയെക്കുറിച്ച്. പക്ഷേ സീതയുടെ തീരുമാനത്തിനു മുന്നിൽ രാമന് തോൽക്കേണ്ടി വന്നു. സീതയില്ലാത്ത ഒരു ജീവിതം രാമനും സങ്കൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ലക്ഷ്മണൻ മുന്നോട്ടു വന്നു. അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നിരുന്നു. അവൻ രാമനോട് പറഞ്ഞു, ജ്യേഷ്ഠാ, ഇതെന്ത് അധർമ്മമാണ്? ഒരു സ്ത്രീയുടെ വാക്കുകേട്ട് അച്ഛനെടുത്ത ഈ തീരുമാനം തെറ്റാണ്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങയെ യുവരാജാവായി വാഴിക്കാം. ആരാണ് എതിർക്കാൻ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ അയോധ്യയെ ഞാൻ ഭസ്മമാക്കും. രാമൻ ലക്ഷ്മണനെ ശാന്തനാക്കി. ലക്ഷ്മണ, കോപമല്ല, വിവേകമാണ് നമുക്ക് വേണ്ടത്. വിധിയെ തടുക്കാൻ നമുക്ക് കഴിയില്ല. അച്ഛന്റെ വാക്കു പാലിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. നീ ഇവിടെ നിന്ന് അമ്മമാരെ സംരക്ഷിക്കണം. ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് രാമന്റെ കാൽക്കൽ വീണു. ജ്യേഷ്ഠാ, അങ്ങില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? മീനിന് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? അങ്ങയെ സേവിക്കാനാണ് ഞാൻ ജനിച്ചത്. അങ്ങയുടെ വഴികളിലെ മുള്ളുകൾ എടുത്തുമാറ്റാനും അങ്ങയ്ക്ക് കാവലായി നിൽക്കാനും എന്നെയും കൂടെ കൊണ്ടുപോകണം. ലക്ഷ്മണന്റെ സ്നേഹത്തിനു മുന്നിലും രാമൻ തോറ്റു. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും ഒരുമിച്ച് വനവാസത്തിനു പോകാൻ തീരുമാനിച്ചു. അവർ രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ധരിച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ അയോധ്യ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു. സ്വന്തം മക്കൾ കാട്ടിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കേണ്ടിവന്ന ദശരഥന്റെയും കൗസല്യയുടെയും സുമിത്രയുടെയും ദുഃഖം ആകാശത്തെയും ഭൂമിയെയും ഒരുപോലെ കരയിച്ചു. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞു, മകനെ, രാമനെ നിന്റെ അച്ഛനായ ദശരഥനായി കാണുക. സീതയെ എന്റെ അമ്മയായ എന്നെപ്പോലെ കാണുക. ആ കാടിനെ അയോധ്യയായും കരുതുക. സന്തോഷമായി പോയി വരൂ. ഒരു അമ്മയുടെ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ വാക്കുകളായിരുന്നു അത്. മന്ത്രിയായ സുമന്ത്രൻ അവരെ തേരിൽ കയറ്റി യാത്ര തിരിച്ചു. അയോധ്യയിലെ ജനങ്ങൾ മുഴുവൻ ആ രഥത്തിനു പിന്നാലെ കരഞ്ഞുകൊണ്ടോടി. രാമാ, ഞങ്ങളെയും കൊണ്ടുപോകൂ. നീയല്ലെങ്കിൽ പിന്നെ ആരാണ് ഞങ്ങളുടെ രാജാവ്? അവരുടെ സ്നേഹം കണ്ടപ്പോൾ രാമന്റെ കണ്ണുകളും നിറഞ്ഞു. അന്ന് രാത്രി തമസാ നദിയുടെ തീരത്ത് അവർ വിശ്രമിച്ചു. എല്ലാവരും ഉറങ്ങിയപ്പോൾ രാമൻ സുമന്ത്രനോട് രഹസ്യമായി രഥമെടുത്ത് യാത്ര തുടരാൻ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രജകൾ രാമനെ കാണാതെ ഹൃദയം തകർന്ന് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. ശൃംഗിവേരപുരം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഗംഗാനദിയുടെ തീരത്ത് അവരെ കാത്തുരിതാൾ ഒരാളിരിപ്പുണ്ടായിരുന്നു. നിഷാദന്മാരുടെ രാജാവായ ഗുഹൻ, രാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. രാമൻ വനവാസത്തിനു വരുന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നതായിരുന്നു ഗുഹൻ. ഗുഹൻ കരഞ്ഞുകൊണ്ട് രാമനെ കെട്ടിപ്പിടിച്ചു. രാമാ, നീ എന്തിനാണ് കാട്ടിലേക്ക് പോകുന്നത്?
ഈ രാജ്യം എന്റേതാണ്, പക്ഷെ ഇത് നിനക്കുള്ളതാണ്. നീ ഇവിടെ ഭരിച്ചാലോ? ഞാൻ നിന്റെ ദാസനായി കഴിഞ്ഞുകൊള്ളാം. രാമൻ സ്നേഹത്തോടെ ഗുഹനെ ആശ്വസിപ്പിച്ചു. ഇല്ല ഗുഹ, എനിക്ക് 14 വർഷം വനവാസം പൂർത്തിയാക്കിയേ മതിയാവൂ. അന്ന് രാത്രി അവർ ഗുഹന്റെ അതിഥികളായി അവിടെ കഴിഞ്ഞു. ലക്ഷ്മണൻ ഉറങ്ങാതെ വില്ലും അമ്പുമേന്തി കാവൽ നിന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഗുഹന്റെ ഹൃദയം വേദനിച്ചു. കൊട്ടാരത്തിൽ മനോഹരമായ മെത്തയിലുറങ്ങേണ്ട രാജകുമാരൻ ഇന്ന് മരച്ചുവട്ടിൽ കല്ലിൽ തലവെച്ചുറങ്ങുന്നു. അവന്റെ സഹോദരൻ അവനുവേണ്ടി ഉറക്കമിളച്ച് കാവൽ നിൽക്കുന്നു. സഹോദര സ്നേഹത്തിന്റെ ഇതിലും വലിയൊരു ദൃഷ്ടാന്തം വേറെയുണ്ടോ? പിറ്റേന്ന് രാമൻ സുമന്ത്രനോടെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. ശൂന്യമായ രഥമുമായി അയോധ്യയിലേക്ക് മടങ്ങാൻ സുമന്ത്രൻ ഒരുപാട് മടിച്ചു. ഒടുവിൽ രാമന്റെ നിർബന്ധത്തിനു വഴങ്ങി കണ്ണീരോടെ അദ്ദേഹം യാത്രയായി. ഗുഹൻ തോണിയിൽ അവരെ ഗംഗാനദിയുടെ മറുകരയിലെത്തിച്ചു. അവിടെനിന്ന് രാമനും സീതയും ലക്ഷ്മണനും കാട്ടിന്റെ ഉള്ളറകളിലേക്ക് തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി. ഗംഗയുടെ മറുകര കടന്ന് രാമനും സീതയും ലക്ഷ്മണനും തങ്ങളുടെ വനവാസത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ ആദ്യത്തെ താവളം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമമായിരുന്നു. പ്രയാഗിൽ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനത്തായിരുന്നു ആ ആശ്രമം. ഭരദ്വാജ മഹർഷി അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവരുടെ കഥ കേട്ടപ്പോൾ അദ്ദേഹം ദുഃഖിതനായി. അദ്ദേഹം പറഞ്ഞു, രാമാ, നിങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടൂ. ഇത് അയോധ്യ പോലെ തന്നെ സുരക്ഷിതമാണ്. രാമൻ വിനയത്തോടെ അത് നിരസിച്ചു. അല്ലയോ മഹർഷേ, ഈ സ്ഥലം അയോധ്യയോട് വളരെ അടുത്താണ്. ജനങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് അമ്മയുടെ തപസ്സിന് ഭംഗം വരുത്തും. ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ശാന്തമായൊരു സ്ഥലമാണ് ഞങ്ങൾ തേടുന്നത്. ഭരദ്വാജ മഹർഷിക്ക് അത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്നും 10 യോജന ദൂരെ ചിത്രകൂടം എന്നൊരു പർവ്വതമുണ്ട്. അത് അതിമനോഹരമായൊരു സ്ഥലമാണ്. പുണ്യനദിയായ മന്ദാകിനി അതിന്റെ താഴ്വരയിലൂടെ ഒഴുകുന്നു. മഹർഷിമാർ തപസ്സനുഷ്ഠിക്കുന്ന ആ പുണ്യഭൂമി നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. അങ്ങനെ ഭരദ്വാജ മഹർഷിയുടെ അനുഗ്രഹത്തോടെ അവർ ചിത്രകൂടത്തിലേക്ക് യാത്രയായി. പോകും വഴി അവർ യമുനാ നദി മുറിച്ചുകടന്നു. ലക്ഷ്മണൻ ഒരു ചങ്ങാടമുണ്ടാക്കി അതിലിരുന്ന് അവർ നദി കടന്നു. പിന്നീട് അവർ വാൽമീകി മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. രാമായണമെന്ന ഇതിഹാസം രചിച്ച അതേ വാൽമീകി. അദ്ദേഹം രാമനെ കണ്ടപ്പോൾ താൻ എഴുതാൻ പോകുന്ന കഥയിലെ നായകൻ കൺമുന്നിൽ നിൽക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. വാൽമീകി അവരെ അനുഗ്രഹിച്ച് ചിത്രകൂടത്തിലൊരു പർണശാല, അതായത് ഇലകൾ കൊണ്ടുള്ള കുടിൽ കെട്ടി താമസിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ അവർ ചിത്രകൂടത്തിലെത്തി. ആ പ്രകൃതിരമണീയമായ സ്ഥലം കണ്ടപ്പോൾ സീതയുടെയും രാമന്റെയും മനസ്സ് ശാന്തമായി. ലക്ഷ്മണൻ അവിടെ മനോഹരമായ ഒരു പർണശാല നിർമ്മിച്ചു. മണ്ണും മരവും ഇലകളും കൊണ്ട് കൊട്ടാരത്തിലെ ഏതു മുറിയെയും വെല്ലുന്ന ഭംഗിയുള്ള ഒരു വീട്. അവർ അവിടെ തങ്ങളുടെ പുതിയ ജീവിതം ആരംഭിച്ചു. രാജകീയ സുഖങ്ങളില്ല, ദാസന്മാരില്ല, പരിവാരങ്ങളില്ല. പക്ഷേ അവിടെ സ്നേഹമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. പരസ്പരം താങ്ങും തണലുമായി അവർ 3 പേരുമുണ്ടായിരുന്നു. അവർ കാട്ടിലെ കായ്ക്കനികൾ ഭക്ഷിച്ച് മന്ദാകിനിയിലെ തെളിനീർ കുടിച്ച് പ്രകൃതിയോടിണങ്ങി ജീവിച്ചു. ഇനി നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം. ശൂന്യമായ രഥവുമായി തിരിച്ചെത്തിയ സുമന്ത്രനെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവ് രാമാ രാമാ എന്ന് വിളിച്ചുകൊണ്ട് തളർന്നു വീണു. പുത്രനെ പിരിഞ്ഞ ദുഃഖം അദ്ദേഹത്തിന് താങ്ങാനായില്ല. അദ്ദേഹം കൗസല്യയോട് ഒരു പഴയ കഥ പറഞ്ഞു. കൗസല്യേ, ചെറുപ്പത്തിൽ, അറിവില്ലാത്ത പ്രായത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അന്നെനിക്ക് ശബ്ദം കേട്ട ഭാഗത്തേക്ക് അസ്ത്രമയക്കാൻ കഴിവുണ്ടായിരുന്നു. ഒരു രാത്രി ഞാൻ നായാട്ടിനു പോയപ്പോൾ ഒരാന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അസ്ത്രമയച്ചു. പക്ഷേ അതൊരാനയായിരുന്നില്ല. ശ്രവങ്ങൻ എന്നൊരു മുനികുമാരനായിരുന്നു അവൻ. തന്റെ അന്ധരായ മാതാപിതാക്കൾക്കു വേണ്ടി വെള്ളം കൊണ്ടുപോകാൻ വന്നതായിരുന്നു അവൻ. എന്റെ അസ്ത്രമേറ്റ് അവൻ മരിച്ചു. മരിക്കുന്നതിനു മുൻപ് അവൻ എന്നോട് തന്റെ മാതാപിതാക്കളെക്കുറിച്ചു പറഞ്ഞു. ഞാൻ വെള്ളവുമായി അവരുടെ അടുത്തേക്ക് ചെന്നു. മകൻ മരിച്ചതറിഞ്ഞ് അവർ നെഞ്ചുപൊട്ടിക്കരഞ്ഞു. അവരെന്നെ ശപിച്ചു. ഞങ്ങളെങ്ങനെയാണോ പുത്രദുഃഖത്താൽ മരിക്കുന്നത്, അതുപോലെ നീയും ഒരുനാൾ പുത്രദുഃഖത്താൽ മരിക്കും. ആ ശാപമാണ് ഇന്നെനിക്ക് ഫലിച്ചത്. അതും പറഞ്ഞ് രാമാ, ലക്ഷ്മണ, സീതേ എന്നവസാനമായി വിലപിച്ച് ദശരഥ മഹാരാജാവ് തന്റെ പ്രാണൻ വെടിഞ്ഞു. പുത്രസ്നേഹിയായ ഒരച്ഛന്റെ ദാരുണമന്ത്യം. അയോധ്യ വീണ്ടും ദുഃഖസാഗരത്തിൽ മുങ്ങി. ഈ സമയത്ത്
ഭരതനും ശത്രുഘ്നനും അയോധ്യയിലുണ്ടായിരുന്നില്ല. അവർ അവരുടെ അമ്മാവന്റെ രാജ്യത്തായിരുന്നു. ദൂതന്മാർ ചെന്ന് അവരെ തിരികെ വിളിച്ചുകൊണ്ടുവന്നു. അയോധ്യയിലെ ശ്മശാനമൂകത്വവും അച്ഛന്റെ മരണവാർത്തയും രാമൻ കാട്ടിൽ പോയ വിവരവും അറിഞ്ഞപ്പോൾ ഭരതൻ തകർന്നുപോയി. തന്റെ അമ്മയാണിതിനെല്ലാം കാരണമെന്നറിഞ്ഞപ്പോൾ ഭരതന്റെ കോപം അടക്കാനായില്ല. അദ്ദേഹം കൈകേയിയോട് പറഞ്ഞു, അമ്മേ, എന്തു പാപമാണ് നിങ്ങളീ ചെയ്തത്? ഈ രാജ്യവും രാജപദവിയും എനിക്ക് വേണ്ട. ജ്യേഷ്ഠനില്ലാത്ത അയോധ്യ എനിക്ക് ശ്മശാനതുല്യമാണ്. നിങ്ങൾ കാരണം എന്റെ അച്ഛൻ മരിച്ചു, എന്റെ സഹോദരൻ കാട്ടിലായി. ഈ കുലത്തിന്റെ നാശത്തിന് കാരണക്കാരിയായ നിങ്ങളെ ഞാൻ എന്റെ അമ്മയായി കാണാൻ ലജ്ജിക്കുന്നു. ഭരതൻ കൈകേയിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഭരതൻ ഒരു തീരുമാനമെടുത്തു. രാമനെ തിരികെ കൊണ്ടുവരണം. സിംഹാസനത്തിന്റെ യഥാർത്ഥ അവനാശി രാമനാണ്. ഭരതൻ സൈന്യത്തോടും അമ്മമാരോടും ഗുരുക്കന്മാരോടും പ്രജകളോടുമൊപ്പം ചിത്രകൂടത്തിലേക്ക് പുറപ്പെട്ടു. ഭരതന്റെ വരവ് കണ്ടപ്പോൾ ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ചു. രാമനെ വകവരുത്തി രാജ്യം പൂർണ്ണമായി കൈക്കലാക്കാനാണ് ഭരതൻ വരുന്നതെന്ന് അദ്ദേഹം കരുതി. ലക്ഷ്മണൻ വില്ലെടുത്ത് യുദ്ധത്തിനു തയ്യാറായി. പക്ഷേ രാമൻ അവനെ തടഞ്ഞു. ലക്ഷ്മണ, ഭരതനെ നിനക്കറിയില്ല. അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരുപക്ഷേ അച്ഛന്റെ മരണവാർത്ത അറിയിക്കാനാവാം അവൻ വരുന്നത്. ഭരതൻ ഓടിവന്ന് രാമന്റെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു. ജ്യേഷ്ഠ, അച്ഛൻ നമ്മളെ വിട്ടുപോയി. അങ്ങ് തിരികെ വരണം. ഈ രാജ്യം അങ്ങയുടേതാണ്. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അച്ഛന്റെ മരണവാർത്ത കേട്ട് രാമനും ലക്ഷ്മണനും സീതയും ഒരുപാട് ദുഃഖിച്ചു. അവർ മന്ദാകിനിയിൽ പിതൃതർപ്പണം നടത്തി. എന്നാൽ തിരികെ വരാനുള്ള ഭരതന്റെ അഭ്യർത്ഥന രാമൻ സ്നേഹപൂർവ്വം നിരസിച്ചു. അച്ഛന്റെ വാക്കുപാലിക്കുക എന്നതാണ് ഒരു മകന്റെ ഏറ്റവും വലിയ ധർമ്മം. 14 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങിവരൂ. അതുവരെ നീ അയോധ്യയുടെ രാജാവായി ഭരിക്കണം. അതെന്റെ ആജ്ഞയാണ്. ഭരതൻ കരഞ്ഞുകൊണ്ടു പറഞ്ഞു, ജ്യേഷ്ഠനില്ലാത്ത സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല. അങ്ങ് വരുന്നതുവരെ അങ്ങയുടെ പാദുകങ്ങളെ സിംഹാസനത്തിൽ വെച്ച് ഒരു സേവകനായി ഞാൻ രാജ്യം ഭരിക്കാം. 14 വർഷം കഴിഞ്ഞ് ആ 15ാമത്തെ വർഷത്തിന്റെ ആദ്യ ദിവസം അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ പ്രവേശിച്ച് എന്റെ ജീവൻ ത്യജിക്കും. രാമൻ സമ്മതിച്ചു. അദ്ദേഹം തന്റെ പാദുകങ്ങൾ ഭരതന് നൽകി. ആ പാദുകങ്ങളും തലയിലേറ്റി ഭരതൻ കണ്ണീരോടെ അയോധ്യയിലേക്ക് മടങ്ങി. ഇതാണ് ഭരതൻ, ത്യാഗത്തിന്റെ മറ്റൊരു രൂപം. കൈവന്ന രാജ്യം വേണ്ടെന്നുവെച്ച് ജ്യേഷ്ഠന്റെ പാദുകങ്ങളെ പൂജിച്ച് ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച രാജാവ്. രാമായണത്തിലെ ഓരോ സഹോദരനും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഓരോ പാഠപുസ്തകങ്ങളാണ്. ഭരതൻ പോയതിനുശേഷം രാമൻ ചിത്രകൂടത്തിൽ തുടർന്ന് താമസിക്കുന്നത് ശരിയല്ലെന്ന് തീരുമാനിച്ചു. കാരണം അയോധ്യയിൽ നിന്നുള്ള ആളുകൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് അവരുടെ സമാധാന ജീവിതത്തിനും ഋഷിമാരുടെ തപസ്സിനും ഭംഗം വരുത്തും. ഒരു നല്ല ലീഡർ എപ്പോഴും മറ്റുള്ളവരുടെ സൗകര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക, സ്വന്തം സൗകര്യത്തിനല്ല. അങ്ങനെ ചിത്രകൂടത്തോട് വിടപറഞ്ഞ് അവർ ദക്ഷിണദിശയിലേക്ക് യാത്രയായി. അവരുടെ വനവാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനമേറിയതുമായ ഘട്ടമായിരുന്നു അത്. ദണ്ഡകാരണ്യം എന്ന മഹാവനത്തിലേക്കാണ് അവർ പ്രവേശിച്ചത്. ആയിരക്കണക്കിന് രാക്ഷസന്മാർ വസിക്കുന്ന, മഹർഷിമാർ പോലും പോകാൻ ഭയപ്പെടുന്ന ഘോരവനം. യാത്രയുടെ തുടക്കത്തിൽ അവർ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അത്രി മഹർഷിയും അദ്ദേഹത്തിന്റെ പത്നിയായ അനസൂയയും അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അനസൂയ ഒരു മഹാതപസ്വിനിയായിരുന്നു. തന്റെ തപശക്തി കൊണ്ട് ഒരിക്കൽ രാജ്യത്ത് മഴയില്ലാതായപ്പോൾ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവൾ. അവർ സീതയെ ഒരു മകളെപ്പോലെ സ്നേഹിച്ചു. അനസൂയ സീതയ്ക്ക് പാതിവ്രത്യധർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് അവർക്ക് ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും അംഗരാഗങ്ങളും കോസ്മെറ്റിക്സ് നൽകി. ആ വസ്ത്രങ്ങൾ ഒരിക്കലും മുഷിയില്ല, ആ ആഭരണങ്ങൾ ഒരിക്കലും വാടില്ല. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്, പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും. അവിടെ നിന്നും യാത്ര തുടർന്ന് അവർ ദണ്ഡകാരണ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചാണ് അവർ തങ്ങളുടെ ആദ്യത്തെ വലിയ ശത്രുവിനെ നേരിടുന്നത്. വിരാധൻ എന്ന ഭീകരനായ രാക്ഷസൻ. പർമ്മതം പോലെയുള്ള ശരീരവും കൂർത്ത പല്ലുകളുമുള്ള അവൻ ആ വഴി വരുന്നവരെ കൊന്നു തിന്നുന്നവനായിരുന്നു. അവൻ രാമനെയും ലക്ഷ്മണനെയും പിടികൂടി സീതയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. രാമനും ലക്ഷ്മണനും അവനുമായി ഘോരമായി യുദ്ധം ചെയ്തു. അസ്ത്രങ്ങൾ കൊണ്ടൊന്നും അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം രാമനും ലക്ഷ്മണനും കൂടി അവനെ പൊക്കിയെടുത്ത് ഒരു വലിയ കുഴിയുണ്ടാക്കി അതിലിട്ട് ജീവനോടെ മൂടി. മരിക്കും മുൻപ് വിരാധൻ തന്റെ പൂർവ്വകഥ പറഞ്ഞു. ഒരു ശാപം കൊണ്ട് രാക്ഷസനായി മാറിയ ഒരു ഗന്ധർവനായിരുന്നു അവൻ. രാമന്റെ കൈകൊണ്ട് മരണം ലഭിച്ചതോടെ അവന് ശാപമോക്ഷം കിട്ടി. അവൻ രാമനെ വണങ്ങി സ്വർഗ്ഗത്തിലേക്ക് പോയി. ഈ സംഭവം രാക്ഷസന്മാർക്കിടയിൽ ഒരു വാർത്തയായി. രാമനെന്നൊരു ശക്തനായ മനുഷ്യൻ ദണ്ഡകാരണ്യത്തിലെത്തിയിട്ടുണ്ടെന്ന് അവർ അറിഞ്ഞു.
വിരാധനെ വധിച്ചതിനുശേഷം അവർ ശരഭംഗൻ, സുദീക്ഷണൻ തുടങ്ങിയ നിരവധി മഹർഷിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. ആ മഹർഷിമാരെല്ലാം രാക്ഷസന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ജീവിക്കുന്നവരായിരുന്നു. രാമൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അവർ. തങ്ങളെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ടാണ് അവർ രാമനെ കണ്ടത്. രാമൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ ദണ്ഡകാരുണ്യത്തെ ഞാൻ രാക്ഷസമുക്തമാക്കും. അങ്ങനെ 10 വർഷങ്ങൾ കടന്നുപോയി. വനവാസത്തിന്റെ 10 വർഷങ്ങൾ അവർ പല ആശ്രമങ്ങളിലായി മഹർഷിമാരെ സേവിച്ച് കഴിച്ചുകൂട്ടി. പിന്നീട് അവർ അഗസ്ത്യമഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്രയായി. അഗസ്ത്യൻ വിന്ധ്യപർവ്വതത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ച വാതാബി എന്ന അസുരനെ ദഹിപ്പിച്ച മഹാമുനിയാണ്. അഗസ്ത്യമഹർഷി രാമനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്നു. അദ്ദേഹം രാമന് പണ്ട് മഹാവിഷ്ണു ഉപയോഗിച്ചിരുന്ന വില്ലും അമ്പൊഴിയാത്ത ആവനാഴിയും കുയവ്, ഒരു ദിവ്യമായ വാളും സമ്മാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാമ, ഇവിടെ നിന്നും അധികം ദൂരെയല്ലാതെ ഗോലാവരി നദിയുടെ തീരത്ത് പഞ്ചവടി എന്നൊരു സ്ഥലമുണ്ട്. പ്രകൃതിരമണീയമായ കായ്കനികൾ നിറഞ്ഞ ആ സ്ഥലം നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. അവിടെ പർണശാല കെട്ടി വനവാസത്തിന്റെ ബാക്കി കാലം നിങ്ങൾക്ക് സന്തോഷമായി കഴിയാം. അഗസ്ത്യന്റെ ഉപദേശപ്രകാരം രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിലേക്ക് യാത്രയായി. പോകും വഴി അവർ ഒരു വലിയ കഴുകനെ കണ്ടുമുട്ടി. പർവ്വതം പോലെ വലിയ ശരീരം, കൂർത്ത കൊക്കുകൾ, തിളങ്ങുന്ന കണ്ണുകൾ. അത് ജടായു ആയിരുന്നു, അരുണന്റെ പുത്രൻ, സമ്പാദിയുടെ അനുജൻ, ദശരഥ മഹാരാജാവിന്റെ പ്രിയ സുഹൃത്ത്. ജടായു അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ദശരഥന്റെ മരണവാർത്തയറിഞ്ഞു ഒരുപാട് ദുഃഖിച്ചു. എന്നിട്ട് പറഞ്ഞു, രാമ, നിങ്ങൾ ഭയപ്പെടാതെ ഇവിടെ താമസിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് കാവലായി എപ്പോഴും ഈ ആകാശത്തുണ്ടാകും. പ്രത്യേകിച്ചും ഞാൻ സീതാദേവിയെ സംരക്ഷിച്ചുകൊള്ളാം. ഒരു പഴയ സുഹൃത്തിന്റെ മക്കളോടുള്ള വാത്സല്യമായിരുന്നു അത്. അങ്ങനെ അവർ പഞ്ചവടിയിലെത്തി. ലക്ഷ്മണൻ അവിടെ അതിമനോഹരമായ ഒരു പർണശാല നിർമ്മിച്ചു. ഗോദാവരി നദിയുടെ തീരത്ത് പൂക്കൾ വിടർന്നു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ അവർ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങൾ ജീവിച്ചു തുടങ്ങി. വനവാസത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ലഭിച്ച ഒരു സ്വർഗമായിരുന്നു അത്. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. വിധി അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം കരുതിവച്ചിരുന്നത് ഈ പഞ്ചവടിയിൽ വച്ചായിരുന്നു. രാവണന്റെ സഹോദരിയായ ശൂർഭണകിയുടെ വരവോടുകൂടി രാമായണത്തിന്റെ ഗതി മാറിമറിയാൻ പോകുകയായിരുന്നു. ഒരു ദിവസം പഞ്ചവടിയിലെ ആ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കാമവും മോഹവും നിറഞ്ഞ കണ്ണുകളുമായി ഒരാൾ കടന്നുവന്നു. ലങ്കയിലെ അധിപനായ രാവണന്റെ സഹോദരി ശൂർപ്പണഖ. അവൾ ആ വനത്തിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അതിസുന്ദരനായ തേജസ്വിലായ രാമനെ കാണുന്നത്. കണ്ടമാത്രയിൽ അവൾക്ക് രാമനോട് അടക്കാനാവാത്ത മോഹം തോന്നി. രാക്ഷസിയായ അവൾക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അവൾ തന്റെ മായാശക്തി ഉപയോഗിച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ച് രാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ രാമനോട് പറഞ്ഞു, അല്ലയോ സുന്ദരനായ പുരുഷാ, നിങ്ങളാരാണ്? ഈ ഘോരവനത്തിൽ എന്തു ചെയ്യുന്നു? ഞാൻ ഈ വനത്തിന്റെ അധിപയാണ്, ശൂർപ്പണഖ. എന്റെ സൗന്ദര്യത്തിൽ മയങ്ങാത്തവരില്ല. ഞാൻ അങ്ങയിൽ അനുരക്തയാണ്. നമുക്ക് വിവാഹിതരാകാം. ഈ കാടും രാജ്യവും നമുക്ക് ഒരുമിച്ച് ഭരിക്കാം. രാമൻ പുഞ്ചിരിയോടെ ശാന്തനായി മറുപടി പറഞ്ഞു, ദേവി, ഞാൻ അയോധ്യയിലെ രാജകുമാരനാണ് രാമൻ. എന്റെ പിതാവിന്റെ വാക്കുപാലിക്കാൻ വനവാസത്തിനു വന്നതാണ്. ഞാൻ വിവാഹിതനാണ്. ഇതാണെന്റെ പത്നി സീത. എന്റെ ധർമ്മമനുസരിച്ച് എനിക്ക് മറ്റൊരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. പിന്നീടൊരു തമാശ രൂപേണ രാമൻ തുടർന്നു, പക്ഷേ ദേ, എന്റെ അനുജൻ ലക്ഷ്മണൻ അവിടെ നിൽക്കുന്നു. അവൻ സുന്ദരനാണ്, യുവാവാണ്. അവൻ വിവാഹിതനാണെങ്കിലും ഇപ്പോൾ ഇവിടെ തനിച്ചാണ്. ഒരുപക്ഷേ അവന് നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കാൻ താൽപ്പര്യമുണ്ടാകും. ഇവിടെ രാമൻ ഒരു തമാശ പറഞ്ഞതാണെങ്കിലും അത് പിന്നീട് വലിയൊരു ദുരന്തത്തിന് കാരണമായി. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി പറയുന്ന വാക്കുകൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയി. അല്ലയോ വീരാ, എന്നെ വിവാഹം കഴിക്കാമോ? ലക്ഷ്മണൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു, ദേവി, ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ ദാസനാണ്. എന്നെ വിവാഹം കഴിച്ചാൽ നിങ്ങളും ഒരു ദാസിയായി ജീവിക്കേണ്ടിവരും. അതുകൊണ്ട് ജ്യേഷ്ഠനെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. രാമനും ലക്ഷ്മണനും അവളെ അങ്ങോട്ടുമിങ്ങോട്ടും തട്ടിപ്പറയുന്നത് കണ്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് കോപം വന്നു. അവൾ അപമാനിതയായി. അവരുടെ മോഹം വെറുപ്പായി മാറി. അവൾ ചിന്തിച്ചു, ഈ സീത കാരണമാണ് രാമൻ എന്നെ നിരസിച്ചത്. ഇവളെ ഞാൻ കൊന്നുതിന്നാൽ രാമൻ എനിക്ക് സ്വന്തമാകും. ഈ ദുഷ്ടചിന്തയോടെ ശൂർപ്പണഖ തന്റെ ഭീകരമായ രാക്ഷസരൂപം സ്വീകരിച്ച് സീതയുടെ നേരെ പാഞ്ഞെടുത്തു.
ലക്ഷ്മണാ എന്ന് രാമൻ അലറി. അടുത്ത നിമിഷം ലക്ഷ്മണൻ തന്റെ വാളെടുത്ത് ശൂർപ്പണഖയുടെ നേരെ കുതിച്ചു. സീതയെ ആക്രമിക്കാൻ വന്ന അവളുടെ മൂക്കും ചെവികളും അവൻ അരിഞ്ഞു വീഴ്ത്തി. വേദന കൊണ്ടും അപമാനം കൊണ്ടും അലറി വിളിച്ചുകൊണ്ട് ശൂർപ്പണഖ അവിടെ നിന്നും ഓടിപ്പോയി. അവൾ നേരെ പോയത് ദണ്ഡകാരണ്യത്തിലെ മറ്റൊരു ഭാഗത്ത് താമസിച്ചിരുന്ന അവളുടെ സഹോദരന്മാരായ ഖരന്റെയും ദൂഷണന്റെയും അടുത്തേക്കാണ്. അവളുടെ അവസ്ഥ കണ്ട് അവർ കോപാകുലരായി. 14,000 രാക്ഷസന്മാരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി അവർ രാമനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഭീകരമായൊരു യുദ്ധത്തിനാണ് പഞ്ചവടി സാക്ഷ്യം വഹിച്ചത്. രാമൻ ലക്ഷ്മണനോട് സീതയെ ഒരു ഗുഹയിൽ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച് ഒറ്റയ്ക്ക് ആ 14,000 രാക്ഷസന്മാരെ നേരിട്ടു. അസ്ത്രങ്ങളുടെ ഒരു മഴ തന്നെ അവിടെ പെയ്തിറങ്ങി. രാമന്റെ പരാക്രമത്തിനു മുന്നിൽ ആ രാക്ഷസ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. മണിക്കൂറുകൾക്കുള്ളിൽ രാമൻ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും ഉൾപ്പെടെ ആ മുഴുവൻ സൈന്യത്തെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് അകമ്പരൻ എന്നൊരു രാക്ഷസൻ മാത്രം അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവൻ നേരെ ലങ്കയിലേക്ക് പറന്ന് രാവണന്റെ സഭയിലെത്തി. അതേസമയം മൂക്കും ചെവികളും നഷ്ടപ്പെട്ട ശൂർപ്പണഖയും വിലപിച്ചുകൊണ്ട് രാവണന്റെ കാൽക്കൽ വീണു. ജ്യേഷ്ഠാ, നോക്കൂ, 2 മനുഷ്യർ എന്നെ ഈ ഗതിയിലാക്കി. നമ്മുടെ സഹോദരന്മാരായ ഖരനെയും ദൂഷണനെയും 14,000 രാക്ഷസന്മാരെയും അവരൊറ്റയ്ക്ക് കൊന്നുകളഞ്ഞു. അങ്ങയുടെ ഈ പെങ്ങളെ അപമാനിച്ചവരോട് അങ്ങ് പ്രതികാരം ചെയ്യില്ലേ? രാവണൻ കോപം കൊണ്ടു വിറച്ചു. ആരാണവർ? ഏതു ദേവനാണ് എന്റെ സഹോദരിയെ തൊടാൻ ധൈര്യപ്പെട്ടത്? ശൂർപ്പണഖ പ്രതികാരബുദ്ധിയോടെ ആ വിഷവിത്തുക്കാകി. അവർ ദശരഥന്റെ മക്കളാണ്, രാമനും ലക്ഷ്മണനും. പക്ഷെ രാമന്റെ ഭാര്യയുണ്ടുകൂടെ, സീത. അയ്യോ ജ്യേഷ്ഠാ, എന്തൊരു സൗന്ദര്യമാണെന്നു അവൾക്ക്! സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ അവളെപ്പോലെ ഒരു സുന്ദരിയില്ല. അവൾ അങ്ങയ്ക്ക് ഏറ്റവും യോജിച്ച ഭാര്യയാണ്. അവളെ അങ്ങ് സ്വന്തമാക്കണം. രക്ഷപ്പെട്ടുവന്ന അകമ്പനനും ഇത് ശരിവച്ചു. പ്രഭോ, രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ അങ്ങയ്ക്ക് പോലും കഴിയില്ല. പക്ഷേ സീതയെ തട്ടിക്കൊണ്ടുവന്നാൽ ആ വിരഹദുഃഖത്തിൽ രാമൻ താനെ മരിച്ചുകൊള്ളും. സീതയുടെ സൗന്ദര്യവർണ്ണന കേട്ടപ്പോൾ രാവണന്റെ മനസ്സിൽ കാമാഗ്നി ആഴിക്കത്തി. തന്റെ സഹോദരിയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ സീതയെ സ്വന്തമാക്കുക എന്നതായി രാവണന്റെ ലക്ഷ്യം. ഒരു സാമ്രാജ്യത്തിന്റെ, ഒരു കുലത്തിന്റെ മുഴുവൻ നാശത്തിന് കാരണമാകാൻ പോകുന്ന ആ ദുഷിച്ച തീരുമാനം രാവണൻ അവിടെ വെച്ചെടുത്തു. സീതയെ തട്ടിക്കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. സീതയെ സ്വന്തമാക്കാനുള്ള ദുർമോഹം രാവണന്റെ ഹൃദയത്തിൽ ആളിക്കത്തി. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച, കൈലാസം പോലും എടുത്തുയർത്തിയ ദശമുഖൻ ആദ്യമായി ഒരു സ്ത്രീക്കു വേണ്ടി ഒരു ചതി പ്രയോഗിക്കാൻ തീരുമാനിച്ചു. കാരണം രാമനോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ അവനു ഭയമായിരുന്നു. ഖരദൂഷണാദികളുടെ അന്ത്യം അവന്റെ മനസ്സിൽ ഒരു ഭയത്തിന്റെ വിത്തുപാകിയിരുന്നു. അവൻ തന്റെ പുഷ്പക വിമാനത്തിൽ കയറി കടലിനക്കരെ മാരീച്ചൻ എന്ന രാക്ഷസന്റെ ആശ്രമത്തിലേക്ക് പോയി. രാമന്റെ അസ്ത്രമേറ്റ് കടലിൽ വീണ അതേ മാരീച്ചൻ. രാമന്റെ ശക്തിയെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നവൻ. രാമബാണത്തിന്റെ ചൂട് ഇപ്പോഴും അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. അന്നുമുതൽ അവനൊരു താപസനെ പോലെ രാമ എന്ന 2 അക്ഷരം കേൾക്കുമ്പോൾ പോലും പേടിച്ചു വിറച്ചു ജീവിക്കുകയായിരുന്നു. രാവണൻ മാരീച്ചനോട് തന്റെ പ്ലാൻ പറഞ്ഞു. മാരീച്ച, നീ എനിക്കൊരു സഹായം ചെയ്യണം. നീ അതിമനോഹരമായ ഒരു സ്വർണമാനായി മാറി രാമന്റെ ആശ്രമത്തിനു മുന്നിലൂടെ ഓടിക്കളിക്കണം. ആ മാനിനെ കണ്ടാൽ സീത തീർച്ചയായും അതിനെ ആവശ്യപ്പെടും. രാമൻ അതിനെ പിടിക്കാൻ പിന്നാലെ പോകുമ്പോൾ നീ രാമന്റെ ശബ്ദത്തിൽ ഹാ സീതേ, ഹാ ലക്ഷ്മണ എന്ന് കരയണം. അത് കേട്ട് ലക്ഷ്മണനും രാമനെ സഹായിക്കാൻ പോകും. ആ സമയത്ത് ഞാൻ സീതയെ തട്ടിക്കൊണ്ടുവരും. ഇത് കേട്ട് മാരീച്ചൻ ഞെട്ടിവിറച്ചു. അവൻ രാവണന്റെ കാൽക്കൽ വീണു. പ്രഭോ, ഈ സാഹസത്തിന് മുതിരരുത്. രാമൻ സാധാരണ മനുഷ്യനല്ല, അവൻ സാക്ഷാൽ കാലനാണ്. രാമനുമായി ഒരു ശത്രുത നമുക്ക് വേണ്ട. ലങ്കയുടെ നാശത്തിനായിരിക്കും അത് വഴിവെക്കുക. എന്നെ ദയവായി ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇവിടെ മാരീച്ചൻ ഒരു നല്ല ഉപദേശമാണ് നൽകിയത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ നമ്മളെ ഒരു തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ അഹങ്കാരം കൊണ്ട് കണ്ണുമൂടിപ്പോയവർക്ക് ആ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയില്ല. രാവണൻ കോപം കൊണ്ട് ജ്വലിച്ചു. മാരീച്ച, നീ എന്നെ ഉപദേശിക്കാൻ വളർന്നോ? ഞാൻ പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ വധിക്കും. എന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് രാമന്റെ കയ്യിൽ നിന്നു മരിക്കുന്നതാണ്. രാമൻ നിന്നെ കൊന്നാൽ നിനക്ക് മോക്ഷമെങ്കിലും കിട്ടും. മാരീച്ചന് മനസ്സിലായി തന്റെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന്. മുന്നോട്ടു പോയാൽ രാമന്റെ കയ്യാൽ മരണം,
പിന്മാറിയാൽ രാവണന്റെ കൈയാൽ മരണം. അവൻ മനസ്സിൽ പറഞ്ഞു, ദുഷ്ടനായ രാവണന്റെ കൈയിൽ മരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ധർമ്മിഷ്ഠനായ രാമന്റെ കൈയാൽ മരിക്കുന്നതാണ്. അവൻ ദുഃഖത്തോടെ ആ ദൗത്യത്തിന് സമ്മതിച്ചു. അങ്ങനെ രാവണനും മാരീച്ചനും പഞ്ചവടിയിലെത്തി. മാരീച്ചൻ ലോകത്തൊരിക്കലും കണ്ടിട്ടില്ലാത്ത ശരീരമാസകലം സ്വർണം പൂശിയ രത്നങ്ങൾ പതിപ്പിച്ച കൊമ്പുകളുള്ള അതിമനോഹരമായ ഒരു പുള്ളിമാനായി മാറി. അവൻ രാമന്റെ പർണശാലയ്ക്കു മുന്നിലുള്ള പൂന്തോട്ടത്തിൽ തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് പൂക്കൾ പറിച്ചുകൊണ്ടിരുന്ന സീത ഈ അത്ഭുത ജീവിയെ കണ്ടു. സീതയുടെ മനസ്സ് അതിൽ മയങ്ങിപ്പോയി. അവർ ഓടിച്ചെന്ന് രാമനോട് പറഞ്ഞു, സ്വാമി, നോക്കൂ, എന്തു ഭംഗിയുള്ള മാൻ! എനിക്കതിനെ വേണം. അതിനെ ജീവനോടെ പിടിച്ചു തന്നാൽ അയോധ്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കതിനെ കൊണ്ടുപോകാം. കൊട്ടാരത്തിലുള്ളവർക്കിതൊരു അത്ഭുതമായിരിക്കും. ഇനി അതിനെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ സ്വർണ്ണനിറമുള്ള തൊലെങ്കിലും എനിക്ക് വേണം. എനിക്കതിലിരിക്കണം. ആദ്യമായി സീത ഒരു കാര്യത്തിനു വേണ്ടി വാശി പിടിക്കുകയായിരുന്നു. ആ മാനിനെ കണ്ടപ്പോൾ രാമനും ലക്ഷ്മണനും ഒരു സംശയം തോന്നി. സീതേ, ഇത് സാധാരണ ഒരു മാനല്ല, രാക്ഷസന്മാരുടെ മായയാകാനാണ് സാധ്യത. ലക്ഷ്മണൻ മുന്നറിയിപ്പ് നൽകി. പക്ഷെ സീതയുടെ മോഹം അടക്കാനായില്ല. അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കുവേണ്ടി ഇതിനെ പിടിച്ചു തരൂ, അവർ രാമനോട് കെഞ്ചി. ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രാമൻ തീരുമാനിച്ചു. മോഹം, അത് നമ്മളെ പലപ്പോഴും വിവേകമില്ലാത്തവരാക്കും. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ഞാൻ ഈ മാനിനെ പിടിക്കാൻ പോകുന്നു. ഞാൻ വരുന്നതുവരെ നീ സീതയ്ക്ക് കാവലായി ഇവിടെ തന്നെ നിൽക്കണം. ഒരു കാരണവശാലും സീതയെ തന്നെയാക്കി പോകരുത്. അതു പറഞ്ഞു രാമൻ വില്ലുമമ്പും എടുത്ത് ആ മാന്ത്രിക മാനിനു പിന്നാലെ ഓടി. മാൻ രാമനെ കാടിന്റെ ഉള്ളറകളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി. ഓടി ഓടി ക്ഷീണിച്ച രാമനു മനസ്സിലായി ഇത് മായയാണെന്ന്. രാമൻ ഒരസ്ത്രം തൊടുത്ത് ആ മാനിനെ എയ്തു വീഴ്ത്തി. അസ്ത്രമേറ്റപ്പോൾ മാരീച്ചൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് മരിക്കുന്നതിനു മുൻപ് രാവണൻ പറഞ്ഞതുപോലെ രാമന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ നിലവിളിച്ചു, ഹാ സീതേ, ഹാ ലക്ഷ്മണ! ആ കരച്ചിൽ പഞ്ചവടിയിലുള്ള സീതയുടെയും ലക്ഷ്മണന്റെയും കാതുകളിൽ മുഴങ്ങിപ്പോയി. അത് കേട്ട് സീതയുടെ ഹൃദയം പിടഞ്ഞുപോയി. അവർ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, കേട്ടില്ലേ, ജ്യേഷ്ഠൻ ആപത്തിലാണ്, വേഗം പോയി അദ്ദേഹത്തെ രക്ഷിക്കൂ. ലക്ഷ്മണൻ ശാന്തനായി പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഭയപ്പെടേണ്ട, അത് ജ്യേഷ്ഠന്റെ ശബ്ദമല്ല, ഇത് രാക്ഷസന്മാരുടെ മായയാണ്. രാമനെ ഈ 3 ലോകത്തും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങ് സമാധാനമായിരിക്കൂ. പക്ഷെ പേടിച്ചിരണ്ട സീതയ്ക്ക് അതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അവർ ലക്ഷ്മണനോട് ദേഷ്യപ്പെട്ടു. ഒരു സ്ത്രീക്ക് പറയാൻ കഴിയുന്നതിലും ക്രൂരമായ വാക്കുകൾ അവർ ഉപയോഗിച്ചു. എന്റെ ജ്യേഷ്ഠൻ ആപത്തു വന്നാൽ എന്നെ സ്വന്തമാക്കാമെന്ന ദുഷ്ടചിന്തയാണോ നിനക്ക്? അതുകൊണ്ടാണോ നീ പോകാതെ നിൽക്കുന്നത്? ഭരതനെപ്പോലെയല്ല നീയൊരു ശത്രുവാണ്. ആ വാക്കുകൾ ഒരു ഉലക്ക കൊണ്ട് തലക്കടി കിട്ടിയതുപോലെ ലക്ഷ്മണന് തോന്നി. അവന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. അവൻ കണ്ണുമീരോടെ പറഞ്ഞു, അമ്മയെപ്പോലെ ഞാൻ കാണുന്ന അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എന്റെ വിധി, ഞാൻ പോകാം. പക്ഷെ എന്റെ മനസ്സു പറയുന്നു അങ്ങ് വലിയൊരു അപകടത്തിൽ ചാടാൻ പോകുന്നു എന്ന്. പോകുന്നതിനു മുൻപ് ലക്ഷ്മണൻ തന്റെ അസ്ത്രം കൊണ്ട് കുടിലിനു ചുറ്റുമൊരു രേഖ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, എന്ത് സംഭവിച്ചാലും ഈ രേഖയ്ക്ക് പുറത്തുവരരുത്. ഈ രേഖയ്ക്കുള്ളിൽ അങ്ങ് സുരക്ഷിതയായിരിക്കും. അതാണ് ലക്ഷ്മണരേഖ. കരഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് ഓടി. അവൻ പോയി മറഞ്ഞതു നോക്കി രാവണൻ തന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരുന്നു. ലക്ഷ്മണൻ പോയതോടെ പർണശാലയിൽ സീത തനിച്ചായി. ഈ അവസരത്തിനായി കാത്തിരുന്ന രാവണൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് കയ്യിലൊരു ഭിക്ഷാപാത്രവുമായി പർണശാലയുടെ വാതിൽക്കൽ വന്നു. എന്നിട്ട് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, ഭവതി ഭിക്ഷാം ദേഹി, അഥവാ അമ്മേ, ഭിക്ഷ തരൂ. സന്യാസിയെ കണ്ടപ്പോൾ ദുഃഖിച്ചിരിക്കുകയായിരുന്ന സീത അദ്ദേഹത്തെ അപമാനിക്കാൻ പാടില്ലെന്ന് കരുതി. ഒരു അതിഥിയെ, പ്രത്യേകിച്ചും ഒരു സന്യാസിയെ സൽക്കരിക്കേണ്ടത് ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. അവർ കുറച്ച് കായ്കനികളുമായി വാതിൽക്കൽ വന്നു. ലക്ഷ്മണരേഖയെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് രേഖയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, സ്വാമി, ദയവായി ഈ ഭിക്ഷ സ്വീകരിച്ചാലും. സന്യാസി വേഷധാരിയായ രാവണൻ കോപമഭിനയിച്ചു. എന്ത്, നീ എന്നെ ഒരു പൊപ്രശായിയായി കണ്ടോ? ദൂരെ നിന്നെറിഞ്ഞു തരാൻ ഒരു സന്യാസിയെ ഇങ്ങനെയാണോ അപമാനിക്കുന്നത്? നീ ആ രേഖയ്ക്ക് പുറത്തുവന്ന് എനിക്ക് ഭിക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ കുലത്തെയും ശപിച്ച് ഭസ്മമാക്കും. അതൊരു ചതിയാണെന്ന് സീത അറിഞ്ഞില്ല. ഒരു സന്യാസിയുടെ ശാപം ഭയന്ന് തന്റെ ഭർത്താവിനോ കുലത്തിനോ ദോഷം വരരുതെന്ന് കരുതി ആ പതിവ്രതയായ സ്ത്രീ ലക്ഷ്മണന്റെ മുന്നറിയിപ്പ് മറന്ന് ആ രേഖയ്ക്ക് പുറത്തേക്ക് കാൽവച്ചു. അടുത്ത നിമിഷം രാവണൻ തന്റെ ഭീകരമായ യഥാർത്ഥ രൂപം സ്വീകരിച്ചു. 10 തലകളും
20 കൈകളുമുള്ള ആ ഭീകരരൂപം കണ്ട സീത ഭയന്ന് വിറച്ചു. അവൻ സീതയെ ബലമായി പിടികൂടി തന്റെ പുഷ്പകവിമാനത്തിലേക്ക് വലിച്ചു കയറ്റി ആകാശത്തേക്ക് കുതിച്ചു. ഹാ രാമ, ഹാ ലക്ഷ്മണ, രക്ഷിക്കണേ എന്ന് സീത നിലവിളിച്ചു. അവരുടെ കരച്ചിൽ ആകാശത്തിൽ അലയടിച്ചു. അവർ തന്റെ ആഭരണങ്ങൾ ഓരോന്നായി ഊരി താഴേക്കെറിഞ്ഞു. രാമൻ വരുന്ന വഴിയിൽ തന്നെ അന്വേഷിച്ചു വരുമ്പോൾ കണ്ടെത്താനായിട്ടൊരടയാളമായി. സീതയുടെ നിലവിളി കേട്ട് ആകാശത്ത് കാവൽ നിൽക്കുകയായിരുന്ന ജടായു ആ കാഴ്ച കണ്ടു. ദശരഥന്റെ സുഹൃത്തായ ആ വൃദ്ധനായ കഴുകൻ രാവണന്റെ പുഷ്പകവിമാനത്തെ തടഞ്ഞു. ദുഷ്ടനായ രാവണാ, എന്റെ സുഹൃത്തിന്റെ പുത്രന്റെ ഭാര്യയെ മോഷ്ടിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? സീതയെ വിട്ടുതന്നില്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ കൊക്കുകൾ കൊണ്ട് കൊത്തിക്കീറും എന്ന് ജടായു ഗർജിച്ചു. തുടർന്നാകാശത്ത് ഘോരമായൊരു യുദ്ധം നടന്നു, രാവണനും ജടായുവും തമ്മിൽ. പ്രായം തളർത്തിയെങ്കിലും ജടായു ഒരു സിംഹത്തെപ്പോലെ പോരാടി. തന്റെ കൂർത്ത കൊക്കുകളും നഖങ്ങളും ഉപയോഗിച്ച് അവൻ രാവണന്റെ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി അവന്റെ വില്ലും രഥത്തിന്റെ ഭാഗങ്ങളും തകർത്തു. അവസാനം കോപം പൂണ്ട രാവണൻ തന്റെ ചന്ദ്രഹാസമെന്ന വാളെടുത്ത് ജടായുവിന്റെ ചിറകുകൾ രണ്ടും അരിഞ്ഞു വീഴ്ത്തി. ചിറകട്ടെ പക്ഷിയെപ്പോലെ ജടായു ചോരയിൽ കുറിച്ച് വിലപിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പതിച്ചു. രാമനോട് ഈ വിവരം പറയാൻ വേണ്ടി മാത്രം തന്റെ പ്രാണൻ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ അവിടെ കിടന്നു. രാവണൻ തന്റെ യാത്ര തുടർന്നു. സീതയും കൊണ്ട് അവൻ കടലുകൾ കടന്ന് തന്റെ രാജ്യമായ ലങ്കയിലെത്തി. അവൻ സീതയെ അന്തഃപുരത്തിൽ കൊണ്ടുപോയി തന്റെ പട്ടമഹിഷിയാകാൻ നിർബന്ധിച്ചു. രാക്ഷസരാജാവായ തന്റെ കൂടെ ലങ്കയുടെ രാജ്ഞിയായി വാഴാനാണ് അവൻ ആവശ്യപ്പെട്ടത്. പക്ഷേ സീത ഒരു പുൽക്കൊടിയെപ്പോലും രാവണനേക്കാൾ വിലപ്പെട്ടതായി കരുതി. അവർ പറഞ്ഞു, നീ അധർമ്മിയായ നീ എന്റെ ഭർത്താവായ രാമന്റെ കാൽച്ചുവട്ടിലെ പൊടിക്കുപോലും തുല്യനല്ല. രാമൻ വരും, നിന്നെയും നിന്റെ ഈ ലങ്കയെയും ഭസ്മമാക്കി എന്നെ രക്ഷിക്കും. സീതയുടെ ധൈര്യം കണ്ടപ്പോൾ രാവണന് കോപം വന്നു. അവൻ രാക്ഷസികളെ വിളിച്ച് സീതയെ അശോകവനത്തിൽ കൊണ്ടുപോയി തടവിലാക്കാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് പറഞ്ഞു, 1 വർഷം ഞാൻ നിനക്ക് സമയം തരാം. അതിനുള്ളിൽ നീ എന്നെ ഭർത്താവായി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്ന് പ്രഭാതഭക്ഷണമായി കഴിക്കും. ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും സീതയെ സ്വന്തമാക്കാമെന്നവൻ കരുതി. അങ്ങനെ അശോകവനത്തിലെ ശിംഷിപ്പാവൃക്ഷത്തിന്റെ ചുവട്ടിൽ രാക്ഷസികളുടെ ഭീഷണികൾക്ക് നടുവിൽ രാമനെ മാത്രം ധ്യാനിച്ച് കണ്ണീരോടെ സീത തന്റെ തടവുജീവിതം ആരംഭിച്ചു. ഇനി നമുക്ക് പഞ്ചവടിയിലേക്ക് മടങ്ങാം. ലക്ഷ്മണൻ കാട്ടിൽ രാമനെ കണ്ടുമുട്ടി. ലക്ഷ്മണനെ തനിച്ചു കണ്ടപ്പോൾ തന്നെ രാമന്റെ ഹൃദയം പിടഞ്ഞു. ലക്ഷ്മണ, നീ എന്തിനിവിടെ വന്നു? സീതയെ തനിച്ചാക്കിയോ? ലക്ഷ്മണൻ നടന്നതെല്ലാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ജ്യേഷ്ഠത്തിയുടെ ക്രൂരമായ വാക്കുകളെക്കുറിച്ചും താൻ നിസ്സഹായനായി വന്നതിനെക്കുറിച്ചും. രാമന് വലിയൊരു ആപത്തു മണത്തു. അവരതിവേഗം പർണശാലയിലേക്ക് ഓടി. അവിടെ ശൂന്യമായ കുടിൽ കണ്ട രാമൻ ഒരു ഭ്രാന്തനെപ്പോലെയായി. സീതേ, സീതേ എന്ന് വിളിച്ചവർ ആ വനം മുഴുവൻ അലഞ്ഞു നടന്നു. മരങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടും നിങ്ങളെന്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ച് കരഞ്ഞു. അപ്പോഴാണവർ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ജടായുവിനെ കാണുന്നത്. മരിക്കുന്നതിനു മുൻപ് ജടായു നടന്നതെല്ലാം അവരോട് പറഞ്ഞു. രാമാ, രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്. അവൻ പോയത് ദക്ഷിണദിശയിലേക്ക്. അത്രയും പറഞ്ഞ് ജടായു രാമന്റെ മടിയിൽ കിടന്ന് പ്രാണൻ വെടിഞ്ഞു. രാമൻ ഒരു മകനെപ്പോലെ ജടായുവിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. തന്റെ അച്ഛന്റെ സുഹൃത്തിന് തനിക്കുവേണ്ടി ജീവൻ ബലി നൽകിയ ആ മഹാനായ പക്ഷിക്ക് മോക്ഷം നൽകി. സീതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ രാമൻ തളർന്നുപോയി. കോപം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു. അദ്ദേഹം വില്ലെടുത്തു പറഞ്ഞു, ഈ ലോകം ഞാൻ നശിപ്പിക്കും. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും ആരുമിനി ബാക്കിയുണ്ടാവില്ല. ലക്ഷ്മണൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ജ്യേഷ്ഠ, കോപമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സീതയെ കണ്ടെത്തണം. രാവണനെ വധിച്ച് ജ്യേഷ്ഠത്തിയെ തിരികെ കൊണ്ടുവരണം. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട ശാന്തനായ രാമൻ സീതയെ അന്വേഷിച്ച് ദക്ഷിണദിശയിലേക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിനായി യാത്ര തിരിച്ചു. സീതയെ അന്വേഷിച്ചുള്ള രാമന്റെയും ലക്ഷ്മണന്റെയും അലച്ചിൽ ദണ്ഡകാരണ്യത്തിലൂടെ തുടർന്നു. അവരുടെ മുന്നിൽപ്പെട്ടതെല്ലാം ഭീകരരൂപികളായ രാക്ഷസന്മാരായിരുന്നു. അപ്പോഴാണ് അവർക്ക് വഴിയിൽ ഒരു ഭീമാകാരനായ കൈകളില്ലാത്ത തലവയത്തിലുള്ള ഒരു വിചിത്രജീവിയെ കാണാൻ കഴിഞ്ഞത്. കബന്ധൻ എന്നായിരുന്നു അവന്റെ പേര്. അവൻ തന്റെ നീണ്ട കൈകൾ കൊണ്ട് രാമനെയും ലക്ഷ്മണനെയും പിടികൂടി. അവനെ വധിക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് രാമനും ലക്ഷ്മണനും അവന്റെ 2 കൈകളും വെട്ടിമാറ്റി. മരണാസന്നനായപ്പോൾ അവനും ശാപമോക്ഷം ലഭിച്ചു. ഒരു ഗന്ധർവനായിരുന്നു അവനും. മരിക്കും മുൻപ് അവൻ രാമനോട് പറഞ്ഞു, പ്രഭു, താങ്കൾ ഋഷ്യമൂഖ പർവ്വതത്തിലേക്ക് പോകുക.
അവിടെ വാനരരാജാവായ സുഗ്രീവൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് താങ്കളെ സഹായിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മന്ത്രിയാണ് ഹനുമാൻ, ലോകത്തെ എവിടെയും സഞ്ചരിക്കാൻ കഴിവുള്ളവൻ. അവർ സീതാദേവിയെ കണ്ടെത്താൻ താങ്കളെ സഹായിക്കും. കബന്ധന്റെ ഉപദേശപ്രകാരം രാമനും ലക്ഷ്മണനും ഋഷ്യമൂക പർവ്വതം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ അവർ പമ്പാസരസിന്റെ തീരത്തെത്തി. അവിടെ ശബരി എന്നൊരു വൃദ്ധയായ തപസ്വിനി രാമന്റെ വരവും കാത്തിരിപ്പുണ്ടായിരുന്നു. തന്റെ ഗുരുവായ മദംഗ മഹർഷി പറഞ്ഞിരുന്നു, ഒരുനാൾ ശ്രീരാമൻ ഈ വഴി വരുമെന്ന്. അന്നുതൊട്ട് എല്ലാ ദിവസവും കാട്ടിൽ നിന്ന് നല്ല പഴങ്ങൾ ശേഖരിച്ച് അതിൽ മധുരമുള്ളതാണോ എന്ന് ഓരോന്നും രുചിച്ചു നോക്കി രാമനു വേണ്ടി അവൾ കാത്തുവയ്ക്കുമായിരുന്നു. രാമനെ കണ്ടപ്പോൾ ശബരിയുടെ ജന്മം സഫലമായി. അവർ ഭക്തിയോടെ രാമന്റെ പാദങ്ങൾ കഴുകി താൻ രുചിച്ചു നോക്കി മാറ്റിവെച്ച ആ പഴങ്ങൾ രാമന് നൽകി. മറ്റുള്ളവർക്ക് അതൊരെച്ചിലായി തോന്നാമെങ്കിലും രാമൻ ആ അമ്മയുടെ ഭക്തിയെയാണ് കണ്ടത്. അദ്ദേഹം സന്തോഷത്തോടെ ആ പഴങ്ങൾ കഴിച്ചു. ശബരിക്ക് മോക്ഷം നൽകി. ജാതിയോ കുലമഹിമയോ പാണ്ഡിത്യമോ അല്ല, ശുദ്ധമായ ഭക്തിയാണ് ഈശ്വരന് വേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരി. അവിടെ നിന്നും അവർ ഋഷ്യമൂക പർവ്വതത്തിലെത്തി. പർവ്വതത്തിന്റെ മുകളിൽ തന്റെ സഹോദരനായ ബാലിയെ പേടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു വാനരരാജാവായ സുഗ്രീവൻ. ദൂരെ നിന്ന് വില്ലും അമ്പുമേന്തിയ രണ്ടുപേർ വരുന്നത് കണ്ടപ്പോൾ ബാലി അയച്ച ശാരന്മാരാണോ എന്ന് സുഗ്രീവൻ ഭയന്നു. അദ്ദേഹം തന്റെ മന്ത്രിയായ ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ, നീ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ പോയി അവരാരാണെന്ന് അന്വേഷിച്ചു വരൂ. ഹനുമാൻ ഒരു ബ്രാഹ്മണകുമാരന്റെ വേഷത്തിൽ അവരുടെ മുന്നിലെത്തി. അല്ലയോ തേജസ്വികളെ, നിങ്ങളാരാണ്? ഈ വനത്തിൽ എന്തു ചെയ്യുന്നു? രാമനും ലക്ഷ്മണനും തങ്ങളുടെ കഥ പറഞ്ഞു. രാമൻ എന്ന പേര് കേട്ടതും ഹനുമാനു മനസ്സിലായി താൻ ഇത്രയും കാലം കാത്തിരുന്ന തന്റെ സ്വാമി മുന്നിൽ നിൽക്കുകയാണെന്ന്. ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ച് രാമന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആ നിമിഷം ഒരു ദാസനും സ്വാമിയും തമ്മിലുള്ള, ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു. ഹനുമാൻ അവരെ തോളിലേറ്റി സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സുഗ്രീവനും രാമനും തങ്ങളുടെ ദുഃഖങ്ങൾ പരസ്പരം പങ്കുവച്ചു. സുഗ്രീവന്റെ ഭാര്യയായ രുമയെ സഹോദരനായ ബാലി തട്ടിയെടുത്തു. രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, ജീവനു വേണ്ടി ഓടി ഒളിക്കുന്നു. രാമന്റെ അവസ്ഥയും അതുതന്നെ. ഒരേ ദുഃഖമുള്ളവർ പെട്ടെന്ന് സുഹൃത്തുക്കളാകും. രാമനും സുഗ്രീവനും അഗ്നിയെ സാക്ഷിയാക്കി മിത്രങ്ങളായി. രാമൻ സുഗ്രീവന് വാക്കുകൊടുത്തു, ഞാൻ ബാലിയെ വധിച്ച് നിനക്ക് നിന്റെ രാജ്യവും ഭാര്യയെയും തിരിച്ചുതരാം. പകരമായി സുഗ്രീവൻ വാക്കുകൊടുത്തു, എന്റെ കോടിക്കണക്കിനുള്ള വാനരസൈന്യത്തെ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ഞങ്ങൾ സീതാദേവിയെ കണ്ടെത്തും. അങ്ങനെ രാമന്റെ സഹായത്തോടെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. കിഷ്കിന്ധ എന്ന അവരുടെ രാജ്യത്ത് ബാലി സുഗ്രീവ യുദ്ധം ആരംഭിച്ചു. ഒരേപോലെ ഇരിക്കുന്ന സഹോദരന്മാരെ തിരിച്ചറിയാൻ കഴിയാതെ രാമൻ വിഷമിച്ചു. യുദ്ധത്തിൽ തോറ്റ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ടു. രാമൻ സുഗ്രീവനോട് ഒരു പൂമാല കഴുത്തിലണിഞ്ഞ് വീണ്ടും യുദ്ധം ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ യുദ്ധത്തിൽ മാലയണിഞ്ഞ സുഗ്രീവനെ തിരിച്ചറിഞ്ഞ് രാമൻ ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്ന് ഒരൊറ്റ അസ്ത്രം കൊണ്ട് ബാലിയുടെ നെഞ്ചു പിളർന്നു. മരിച്ചുവീണ ബാലി രാമനോട് ചോദിച്ചു, രാമ, നീ ധർമ്മിഷ്ഠനാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെന്തിന് ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചുനിന്ന് എന്നോട് യുദ്ധം ചെയ്യാത്ത എന്നെ നീ വധിച്ചു? ഇതധർമ്മമല്ലേ? രാമൻ പറഞ്ഞു, ബാലി, നീ നിന്റെ അനുജന്റെ ഭാര്യയെ സ്വന്തമാക്കി. അത് അമ്മയെപ്പോലെ കാണേണ്ടവളാണ്. ആ അധർമ്മത്തിനാണ് ഞാൻ നിനക്ക് ശിക്ഷ തന്നത്. നീ ഒരു വാനരനാണ്, ഒരു മൃഗമാണ്. രാജാക്കന്മാർക്ക് നായാട്ടിനിറങ്ങുമ്പോൾ മൃഗങ്ങളെ ഒളിച്ചും പതുക്കിയും വേട്ടയാടാം. അത് ക്ഷത്രിയധർമ്മമാണ്. രാമന്റെ വാക്കുകൾ കേട്ട് സമാധാനത്തോടെ ബാലി പ്രാണൻ വെടിഞ്ഞു. ബാലിയുടെ മരണശേഷം സുഗ്രീവൻ കിഷ്കിന്ധയുടെ രാജാവായി. ബാലിയുടെ പുത്രനായ അംഗദൻ യുവരാജാവായി. രാമൻ കിഷ്കിന്ധയ്ക്ക് പുറത്തുള്ള ഒരു പർവ്വതത്തിൽ വർഷകാലം കഴിയുന്നതും കാത്തിരുന്നു. വർഷകാലം കഴിഞ്ഞിട്ടും സുഖലോലുപനായി മാറിയ സുഗ്രീവൻ സീതയെ അന്വേഷിക്കുന്ന കാര്യം മറന്നുപോയി. ലക്ഷ്മണൻ കോപാകുലനായി കിഷ്കിന്ധയിലെത്തി സുഗ്രീവനെ അവന്റെ കടമ ഓർമ്മിപ്പിച്ചു. ഭയന്നുപോയ സുഗ്രീവൻ ഉടൻ തന്നെ തന്റെ വാനരസേനയെ 4 ഭാഗം സീതയെ അന്വേഷിക്കാൻ അയച്ചു. ദക്ഷിണദിക്കിലേക്ക് പോയ സംഘത്തിന്റെ നേതാവ് അംഗദനായിരുന്നു. ആ കൂട്ടത്തിൽ ജാംബവാനും പിന്നെ നമ്മുടെ ഹനുമാനുമുണ്ടായിരുന്നു. രാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ച് തന്റെ അടയാളം മോതിരം കയ്യിൽ കൊടുത്തു. ഹനുമാൻ, എനിക്ക് നിന്നിലാണ് പൂർണ്ണ വിശ്വാസം. അവർ ദക്ഷിണദിക്കിലേക്ക് യാത്രയായി. മാസങ്ങൾ അലഞ്ഞു നടന്നു. പക്ഷെ സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അവർ ദക്ഷിണ സമുദ്രത്തിന്റെ തീരത്തെത്തി. മുന്നോട്ടു പോകാൻ വഴിയില്ല. അവർ നിരാശരായി. അപ്പോഴാണ് അവർക്ക് സമ്പാത്തിയെ കാണാൻ കഴിഞ്ഞത്, ജഡായുവിന്റെ സഹോദരൻ. സൂര്യരശ്മിയേറ്റ ചിറകുകൾ കരിഞ്ഞുപോയ ആ കഴുകൻ
അവർ ജഡായു എന്ന് പറയുന്നത് കേട്ടാണ് അങ്ങോട്ട് വന്നത്. അനുജന്റെ മരണവാർത്തയറിഞ്ഞ് അവൻ ഒരുപാട് കരഞ്ഞു. ഒരു പ്രത്യുപകാരമായി അവൻ തന്റെ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് ദൂരേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, 100 യോജന ദൂരമുള്ള സമുദ്രത്തിനക്കരെ ലങ്ക എന്നൊരു ദ്വീപുണ്ട്. അവിടെ അശോകവനത്തിൽ രാക്ഷസികളുടെ നടുവിൽ ദുഃഖിച്ചിരിക്കുന്ന സീതാദേവിയെ എനിക്ക് കാണാം. ഇത് കേട്ട് വാനരന്മാർക്ക് സന്തോഷമായി. പക്ഷെ അടുത്ത പ്രശ്നം വന്നു. ആരാണ് 100 യോജന ദൂരമുള്ള ഈ സമുദ്രം ചാടിക്കടക്കുക? വാനരന്മാർ ഓരോരുത്തരായി തങ്ങളുടെ കഴിവുകൾ പറയാൻ തുടങ്ങി. ഒരാൾക്ക് 10 യോജന ചാടാം, മറ്റൊരാൾക്ക് 50. അങ്കദന് 90 യോജന ചാടാൻ കഴിയും. പക്ഷെ തിരിച്ചുവരാൻ കഴിയുമോ എന്ന് സംശയമാണ്. എല്ലാവരും നിരാശരായി. അപ്പോഴാണ് വൃദ്ധനായ ജാംബവാൻ ഹനുമാന്റെ അടുത്തേക്ക് വന്നത്. ഹനുമാൻ തന്റെ ശക്തികളെക്കുറിച്ച് മറന്നു. ശാന്തനായി ഒരു മൂലയിലിരിക്കുകയായിരുന്നു. ഒരു ശാപം കാരണമായിരുന്നു അത്. കുട്ടിക്കാലത്ത് ഹനുമാൻ വളരെ വികൃതിയായിരുന്നു. തന്റെ ശക്തി ഉപയോഗിച്ച് ഋഷിമാരെ ശല്യപ്പെടുത്തുമായിരുന്നു. ഒരിക്കൽ ദേഷ്യം വന്ന ഋഷിമാർ അദ്ദേഹത്തെ ശപിച്ചു. നിന്റെ ശക്തികളെക്കുറിച്ച് നീ മറന്നുപോകട്ടെ. മറ്റൊരാൾ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിനക്കാ ശക്തികൾ തിരികെ ലഭിക്കൂ. ജാംബവാൻ ആ ശാപത്തെക്കുറിച്ചോർത്തു. അദ്ദേഹം ഹനുമാന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തെ പുകഴ്ത്താൻ തുടങ്ങി. അല്ലയോ പവനപുത്ര, നീ എന്തിനിങ്ങനെ മൗനമായിരിക്കുന്നു? നീ വായുദേവന്റെ പുത്രനാണ്, രുദ്രന്റെ അവതാരമാണ്. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ശക്തികളെക്കുറിച്ച് നീ ഓർക്കുക. ഈ സമുദ്രം ചാടിക്കടക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? ജാംബവാന്റെ വാക്കുകൾ കേട്ടതും ഹനുമാന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ശക്തികൾ ഉണർന്നു. അദ്ദേഹം തന്റെ ശരീരം ഒരു പർവ്വതം പോലെ വലുതാക്കാൻ തുടങ്ങി. ആകാശത്തോളം ഉയർന്നുനിന്ന ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ജയ് ശ്രീറാം. ഒരൊറ്റ കുതിപ്പിൽ ഹനുമാൻ ആകാശത്തേക്കുയർന്നു. സമുദ്രം ചാടിക്കടക്കുന്ന ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ആദ്യം സമുദ്രം തന്നെ മൈനാകപർവ്വതത്തെ അയച്ചു, ഹനുമാന് വിശ്രമിക്കാനൊരിടം നൽകാൻ. പക്ഷേ രാമകാര്യം പൂർത്തിയാക്കാതെ എനിക്ക് വിശ്രമമില്ല എന്നു പറഞ്ഞ് ഹനുമാൻ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. പിന്നീട് ദേവന്മാർ ഹനുമാന്റെ ശക്തി പരീക്ഷിക്കാൻ നാഗമാതാവായ സുരസയെ അയച്ചു. സുരസ വായ് പിളർന്ന് ഹനുമാന്റെ വഴി മുടക്കി. ഹനുമാൻ തന്റെ ശരീരം വലുതാക്കിയപ്പോൾ അവളും വായ് വലുതാക്കി. അവസാനം ഹനുമാൻ പെട്ടെന്ന് തന്റെ ശരീരം ഒരു തള്ളവിരലിന്റെ അത്ര ചെറുതാക്കി അവളുടെ വായിലൂടെ കയറി പുറത്തുവന്നു. ഹനുമാന്റെ ബുദ്ധിയിൽ സംപ്രീതയായ സുരസ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അവസാനം സിംഹിക എന്ന നിഴലിനെ പിടിച്ചു നിർത്തുന്ന രാക്ഷസിയെയും വധിച്ച് ഹനുമാൻ ലങ്കയുടെ തീരത്ത് ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ കാലുകുത്തി. അദ്ദേഹം തന്റെ ശരീരം ഒരു കൊതുകിന്റെ അത്ര ചെറുതാക്കി ആരും കാണാതെ ലങ്കാനഗരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ലങ്കയുടെ കാവൽക്കാരിയായ ലങ്കിണി അദ്ദേഹത്തെ തടഞ്ഞു. ഹനുമാൻ തന്റെ ഇടതു കൈകൊണ്ടുള്ള ഒരൊറ്റ ഇടിക്ക് അവളെ നിലത്തു വീഴ്ത്തി. അപ്പോൾ ലങ്കിണിക്ക് ബ്രഹ്മാവ് പണ്ടു പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു. എന്നാണോ ഒരു വാനരൻ നിന്നെ ഒരൊറ്റ ഇടിക്ക് തോൽപ്പിക്കുന്നത്, അന്ന് ലങ്കയുടെ നാശം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അവൾ ഹനുമാന് വഴിമാറിക്കൊടുത്തു. ഹനുമാൻ ലങ്കയുടെ ഓരോ മുക്കിലും മൂലയിലും സീതയെ അന്വേഷിച്ചു. രാവണന്റെ അന്തഃപുരത്തിൽ ആയിരക്കണക്കിന് സുന്ദരികളായ സ്ത്രീകളുടെ ഇടയിൽ. പക്ഷേ എവിടെയും സീതയെ കണ്ടെത്താനായില്ല. അദ്ദേഹം നിരാശനായി. ഒരുപക്ഷെ സീത മരിച്ചിരിക്കുമോ, അല്ലെങ്കിൽ രാവണൻ കൊന്നു തിന്നുമോ എന്നൊക്കെ അദ്ദേഹം ഭയന്നു. അവസാനമാണ് അദ്ദേഹത്തിന് അശോകവനത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അദ്ദേഹം അവിടേക്ക് പറന്നു. അവിടെ ഒരു ശിംഷിപ്പാവൃക്ഷത്തിന്റെ ചുവട്ടിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മിലിഞ്ഞുണങ്ങി രാക്ഷസികളുടെ നടുവിൽ രാമനെ മാത്രം ധ്യാനിച്ച് കണ്ണുനീരോടെയിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കണ്ടു. ഹനുമാന് ദുഃഖവും കോപവും അടക്കാനായില്ല. അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്നു. അപ്പോൾ രാവണൻ അവിടേക്ക് വന്നു. അവൻ സീതയെ വീണ്ടും ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ചു. പക്ഷേ സീത അവനെ പുല്ലുപോലെ അവഗണിച്ചു. കോപാകുലനായ രാവണൻ വാളെടുത്ത് സീതയെ വെട്ടാൻ ഓങ്ങിയപ്പോൾ അവന്റെ ഭാര്യയായ മണ്ഡോദരി അവനെ തടഞ്ഞു. 1 വർഷം സമയം കൊടുത്തില്ലേ, അതുവരെ ക്ഷമിക്കൂ. രാവണൻ പോയതിനുശേഷം ദുഃഖിച്ചിരിക്കുന്ന സീതയോട് മറ്റു രാക്ഷസികൾ മോശമായി പെരുമാറാൻ തുടങ്ങി. അവരവളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ ആ കൂട്ടത്തിൽ ത്രിജട എന്നൊരു വൃദ്ധയായ രാക്ഷസിയുണ്ടായിരുന്നു. അവൾ ധർമ്മിഷ്ഠയായിരുന്നു.
അവൾക്ക് സീതയോട് സഹതാപം തോന്നി. അവൾക്ക് വന്നൊരു സ്വപ്നത്തെക്കുറിച്ച് അവൾ മറ്റുള്ളവരോട് പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടു. രാമൻ വെള്ളാനപ്പുറത്ത് വന്ന് രാവണനെ വധിച്ച് സീതാദേവിയെ രക്ഷിച്ചുകൊണ്ടുപോകുന്നത്. ലങ്ക മുഴുവൻ നശിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ സീതാദേവിയോട് മാപ്പു ചോദിക്കുന്നതാണ് നല്ലത്. ത്രിജടയുടെ വാക്കുകൾ കേട്ട് മറ്റു രാക്ഷസികൾ ഭയന്നു. അവരെല്ലാം ഉറങ്ങിയപ്പോൾ ഹനുമാൻ മരത്തിൽ നിന്നുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ രാമന്റെ കഥ പാടാൻ തുടങ്ങി. ദശരഥന്റെ പുത്രനായി ജനിച്ചതുമുതൽ സീതയെ തട്ടിക്കൊണ്ടുപോയതുവരെയുള്ള കഥ. ആ കഥ കേട്ട് സീത അത്ഭുതപ്പെട്ടു. ആരാണിതെന്റെ ഭർത്താവിന്റെ കഥ പാടുന്നത്? അവർ തലയുയർത്തി നോക്കി. അപ്പോൾ ഒരു ചെറിയ വാനരൻ മരക്കൊമ്പിലിരിക്കുന്നത് കണ്ടു. ഹനുമാൻ പതിയെ താഴെയിറങ്ങി സീതയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. അമ്മേ, ഞാൻ ശ്രീരാമന്റെ ദാസനാണ്, ഹനുമാൻ. അങ്ങയെ അന്വേഷിച്ചു വന്നതാണ്. ആദ്യം സീതയ്ക്ക് വിശ്വാസം വന്നില്ല. ഇത് രാവണന്റെ മറ്റൊരു മായയാണെന്ന് അവർ സംശയിച്ചു. നീ രാവണന്റെ ചാരനല്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഹനുമാൻ രാമൻ തന്ന അടയാളമോതിരം സീതയ്ക്ക് നൽകി. ആ മോതിരം കണ്ടപ്പോൾ സീതയുടെ എല്ലാ സംശയങ്ങളും മാറി. അവർ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവർ ഹനുമാനോട് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഹനുമാൻ പറഞ്ഞു, അമ്മേ, അങ്ങ് വിഷമിക്കണ്ട. ഞാനിപ്പോൾ തന്നെ അങ്ങയെ എന്റെ തോളിലേറ്റി രാമന്റെ അടുത്തെത്തിക്കാം. സീത അത് നിരസിച്ചു. വേണ്ട ഹനുമാൻ, അത് രാമന് അപമാനമാകും. എന്നെ തട്ടിക്കൊണ്ടുവന്ന രാവണനെ വധിച്ച് എന്നെ രക്ഷിച്ചുകൊണ്ടു പോകേണ്ടത് എന്റെ ഭർത്താവിന്റെ കടമയാണ്, അദ്ദേഹത്തിന്റെ കീർത്തിയാണ്. അല്ലാതെ ഒളിച്ചോടിപ്പോകുന്നത് ശരിയല്ല. ഒരു പതിവ്രതയുടെ, ഒരു രാജ്ഞിയുടെ അഭിമാനമായിരുന്നു ആ വാക്കുകളിൽ. അവർ ഹനുമാന് തന്റെ തലയിൽ ചൂടിയിരുന്ന ചൂടാമണി എന്ന ദിവ്യമായ രത്നം അടയാളമായി രാമന് നൽകാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാമനോട് പറയൂ, ഇനി 1 മാസം കൂടിയേ എനിക്ക് ക്ഷമിക്കാൻ കഴിയൂ. അതിനുള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ ത്യജിക്കും. ഹനുമാൻ സീതയെ വണങ്ങി തിരികെ പോകാൻ തയ്യാറായി. പോകുന്നതിനു മുൻപ് അദ്ദേഹം ചിന്തിച്ചു, വെറുതെ വന്നതുപോലെ തിരിച്ചു പോയാൽ ശരിയാവില്ല. ഈ രാക്ഷസന്മാർക്ക് എന്റെ ശക്തി എന്താണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം. രാവണനൊരു മുന്നറിയിപ്പ് നൽകണം. അടുത്ത നിമിഷം ഹനുമാൻ തന്റെ ഭീമാകാരമായ രൂപം സ്വീകരിച്ചു. അദ്ദേഹം ആ അശോകവനം ഒന്നടങ്കം നശിപ്പിക്കാൻ തുടങ്ങി. മരങ്ങൾ പിഴുതെറിഞ്ഞു, ഉദ്യാനങ്ങൾ തകർത്തു. ഇതറിഞ്ഞ് രാവണന്റെ പുത്രനായ അക്ഷകുമാരൻ ഒരു വലിയ സൈന്യവുമായി വന്നു. ഹനുമാൻ അവനെയും സൈന്യത്തെയും നിമിഷനേരം കൊണ്ട് കൊന്നൊടുക്കി. അവസാനം രാവണന്റെ മൂത്തപുത്രൻ, ഇന്ദ്രനെപ്പോലും തോൽപ്പിച്ച ഇന്ദ്രജിത്ത് എന്ന മേഘനാഥൻ ഹനുമാനെ നേരിടാൻ വന്നു. ഘോരമായ യുദ്ധം നടന്നു. സാധാരണാസ്ത്രങ്ങൾ കൊണ്ടൊന്നും ഹനുമാനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് അവസാനത്തെ ആയുധം പ്രയോഗിച്ചു, ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാവിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഹനുമാൻ ആ അസ്ത്രത്തിനു മുന്നിൽ സ്വയം കീഴടങ്ങി. രാക്ഷസന്മാർ അദ്ദേഹത്തെ കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി രാവണന്റെ സഭയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയി. രാവണസഭയിൽ ഹനുമാൻ ഒരു ഭയവുമില്ലാതെ നിന്നു. രാവണൻ അഹങ്കാരത്തോട് ചോദിച്ചു, ആരാട നീ? എന്തിനിവിടെ വന്നു? ഹനുമാൻ നിർഭയനായി മറുപടി പറഞ്ഞു, ഞാൻ കോസലരാജ്യത്തിന്റെ അധിപനായ സർവ്വലോകത്തിന്റെയും നാഥനായ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ്. വാനരരാജാവായ സുഗ്രീവിന്റെ മന്ത്രിയാണ്. ഹനുമാൻ എന്നാണ് എന്റെ പേര്. ഞാൻ വന്നത് എന്റെ അമ്മയായ സീതാദേവിയെ കാണാനാണ്. രാവണ, നീ ചെയ്തത് വലിയ അധർമ്മമാണ്. ഇപ്പോഴും സമയമുണ്ട്. സീതാദേവിയെ ബഹുമാനപൂർവ്വം രാമന് തിരികെ നൽകുക, മാപ്പു ചോദിക്കുക. അല്ലെങ്കിൽ രാമബാണങ്ങളേറ്റ് നിന്റെ ഈ ലങ്ക ഭസ്മമായി പോകും. ഹനുമാന്റെ ധൈര്യം കണ്ടപ്പോൾ രാവണന് കോപമടക്കാനായില്ല. അവൻ ഹനുമാനെ കൊല്ലാൻ ആജ്ഞാപിച്ചു. അപ്പോൾ രാവണന്റെ അനുജനായ വിഭീഷണൻ, ആ ധർമ്മിഷ്ഠനായ രാക്ഷസൻ മുന്നോട്ടു വന്നു പറഞ്ഞു, ജ്യേഷ്ഠ, അത് ചെയ്യരുത്. ഒരു ദൂതനെ കൊല്ലുന്നത് രാജധർമ്മത്തിനെതിരാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ അംഗഭംഗം വരുത്തി അപമാനിച്ച് തിരിച്ചയക്കാം. രാവണന് അത് ശരിയാണെന്ന് തോന്നി. എന്നാൽ പിന്നെ വാനരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ വാലല്ലോ. അവന്റെ വാലിന് തീയിടൂ. രാക്ഷസന്മാർ തുണികൾ ചുറ്റി എണ്ണയൊഴിച്ച് ഹനുമാന്റെ വാലിന് തീ കൊളുത്തി. ഹനുമാൻ ഒന്നും മിണ്ടാതെ നിന്നു. അവർ അദ്ദേഹത്തെ ലങ്കയിലെ തെരുവുകളിലൂടെ നടത്തി അപമാനിച്ചു. അപ്പോൾ ഹനുമാൻ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് തന്റെ ശരീരം ചെറുതാക്കി കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ശരീരം വീണ്ടും വലുതാക്കി ആകാശത്തേക്കുയർന്നു. കത്തുന്ന വാലുമായി അദ്ദേഹം ലങ്കയിലെ ഓരോ കെട്ടിടത്തിനും മുകളിൽ ചാടി. സ്വർണം കൊണ്ട് നിർമ്മിച്ച ആ മഹാനഗരം മുഴുവൻ ഹനുമാൻ തന്റെ വാലിലെ തീ കൊണ്ട് അഗ്നിക്കിരയാക്കി.
അശോകവനമൊഴികെ ലങ്ക മുഴുവൻ ആളിക്കത്തി. ലങ്കാദഹനം കഴിഞ്ഞ ഹനുമാൻ സമുദ്രത്തിൽ ചാടി വാലിലെത്തി അണച്ചു. സീത സുരക്ഷിതയാണെന്നുറപ്പുവരുത്തി. എന്നിട്ട് ജയ് സീതാറാം എന്ന് ഗർജിച്ചുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് കുതിച്ചു. രാമന്റെ അടുത്തേക്ക് ആ സന്തോഷവാർത്തയുമായി. ഹനുമാൻ തിരികെ മഹേന്ദ്രപർവ്വതത്തിലെത്തി. വാനരന്മാർ ആ വാർത്ത കേട്ട് ആഹ്ലാദാരവങ്ങൾ മുഴക്കി. സീതയെ കണ്ടേ, സീതയെ കണ്ടേ! അവർ സന്തോഷത്തോടെ കിഷ്കിന്ധയിലേക്ക് രാമന്റെ അടുത്തേക്ക് കുതിച്ചു. ഹനുമാൻ രാമന്റെ കാൽക്കൽ വീണു. പ്രഭോ, ഞാൻ അമ്മയെ കണ്ടു. അമ്മ സുരക്ഷിതയാണ്, പക്ഷേ ദുഃഖിതയാണ്. ഹനുമാൻ ലങ്കയിൽ നടന്നതെല്ലാം, കണ്ടതെല്ലാം ഒരു വാക്കുപോലും വിടാതെ ഭംഗിയായി രാമനോട് വിവരിച്ചു. സീത നൽകിയ ചൂടാമണി രാമനെ കൈമാറി. ആ ചൂടാമണി കണ്ടപ്പോൾ രാമന് സീതയെ നേരിൽ കണ്ടതുപോലെ തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദുഃഖവും സന്തോഷവും കോപവും ഒരുമിച്ച് ആ ഹൃദയത്തിൽ നിറഞ്ഞു. ഹനുമാൻ, നീ ചെയ്ത ഉപകാരത്തിന് ഞാൻ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക? ഈ നിമിഷം എന്റെ ഈ ആലിംഗനമല്ലാതെ മറ്റൊന്നും തരാൻ എന്റെ കയ്യിലില്ല. രാമൻ ഹനുമാനെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഒരു ഭക്തന് തന്റെ ഭഗവാനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. അടുത്ത നിമിഷം രാമൻ ഗർജിച്ചു. നമ്മൾ ലങ്കയിലേക്ക് പോകുന്നു. കോടിക്കണക്കിന് വാനരന്മാരടങ്ങുന്ന ആ മഹാസൈന്യം സുഗ്രീവന്റെയും അംഗദന്റെയും ഹനുമാന്റെയും ജാംബവാന്റെയും നേതൃത്വത്തിൽ ജയ് ശ്രീറാം എന്ന ആർപ്പ് വിളിച്ചുകൊണ്ട് ദക്ഷിണസമുദ്രത്തിന്റെ തീരത്തേക്ക് മാർച്ച് ചെയ്തു. അവരുടെ മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ആ 100 യോജന വിസ്താരമുള്ള സമുദ്രമായിരുന്നു. അതെങ്ങനെ കടക്കും? അതേസമയം ലങ്കയിൽ വിഭീഷണൻ വീണ്ടും രാവണനെ ഉപദേശിച്ചു. ജ്യേഷ്ഠ, ഇപ്പോഴും വൈകിട്ടില്ല. സീതയെ രാമന് തിരികെ നൽകുക. രാമനോട് മാപ്പു ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ കുലം മുടിഞ്ഞുപോകും. വിഭീഷണന്റെ നല്ല വാക്കുകൾ രാവണൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ വിഭീഷണനെ സഭയിൽ വെച്ച് അപമാനിച്ചു. രാജ്യദ്രോഹിയെന്ന് വിളിച്ചു. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഈ നിമിഷം ലങ്ക വിട്ടു പൊയ്ക്കോ, രാവണന് ആക്രോശിച്ചു. വേറെ വഴിയില്ലാതെ വിഭീഷണനും അദ്ദേഹത്തിന്റെ 4 വിശ്വസ്തരായ മന്ത്രിമാരും ലങ്ക വിട്ട് രാമന് അഭയം നൽകാൻ അപേക്ഷിക്കാനായി സമുദ്രത്തിനു മുകളിലൂടെ പറന്നു. വിഭീഷണൻ വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവനും മറ്റുള്ളവരും സംശയിച്ചു. ഇത് രാവണന്റെ ചാരനായിരിക്കും. ഇവനെ വിശ്വസിക്കരുത്, വധിക്കണം. പക്ഷെ രാമൻ പറഞ്ഞു, അഭയം ചോദിച്ച് എന്റെ അടുത്തു വരുന്നവൻ എന്റെ ശത്രുവായ രാവണൻ തന്നെയാണെങ്കിലും ഞാൻ അവന് അഭയം നൽകും. അതെന്റെ വ്രതമാണ്. രാമൻ വിഭീഷണനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് സമുദ്രതീരത്ത് വെച്ച് വിഭീഷണനെ ലങ്കയുടെ അടുത്ത രാജാവായി പ്രഖ്യാപിച്ചു. വിഭീഷണന്റെ ഉപദേശപ്രകാരം രാമൻ സമുദ്രരാജാവായ വരുണനോട് വഴി തരണമെന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസം ദർഭപ്പുല്ലിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ടും സമുദ്രം വഴി നൽകിയില്ല. കോപാകുലനായ രാമൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് സമുദ്രത്തെ വറ്റിക്കാൻ തീരുമാനിച്ചു. ഭയന്നുപോയ സമുദ്രദേവൻ നേരിൽ പ്രത്യക്ഷപ്പെട്ട് രാമനോട് ക്ഷമ ചോദിച്ചു. പ്രഭു, എന്റെ സ്വഭാവം കാരണം എനിക്ക് വഴിമാറിത്തരാൻ കഴിയില്ല. പക്ഷേ അങ്ങയുടെ സൈന്യത്തിലുള്ള നളൻ എന്ന വാനരൻ വിശ്വകർമ്മയുടെ പുത്രനാണ്. അവൻ എന്ത് കല്ലോ മരമോ വെള്ളത്തിലിട്ടാലും അത് മുങ്ങിപ്പോയില്ല. അവന്റെ സഹായത്തോടെ ഒരു പാലം നിർമ്മിച്ചാലും ഞാനതിനെ താങ്ങി നിർത്താം. ഉടൻ തന്നെ രാമസേതുവിന്റെ നിർമ്മാണം ആരംഭിച്ചു. കോടിക്കണക്കിനു വാനരന്മാർ പർവ്വതങ്ങളും പാറകളും മരങ്ങളും കൊണ്ടുവന്ന് കടലിലിട്ടു. നളന്റെ നേതൃത്വത്തിൽ 5 ദിവസം കൊണ്ട് 100 യോജന നീളവും 10 യോജന വീതിയുമുള്ള ആ അത്ഭുതകരമായ പാലം അവർ നിർമ്മിച്ചു. ആ പാലത്തിലൂടെ രാമന്റെ വാനരസേന ലങ്കയിലേക്ക് പ്രവേശിച്ചു. ലങ്കയുടെ തീരത്ത് സുവേല പർവ്വതത്തിൽ അവർ താവളമടിച്ചു. രാമായണ യുദ്ധത്തിന് കളമൊരുങ്ങി. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള, നന്മയും തിന്മയും തമ്മിലുള്ള ആ മഹായുദ്ധം ആരംഭിച്ചു. ആദ്യത്തെ ദിവസം അംഗദൻ ദൂതനായി രാവണസഭയിലേക്ക് പോയി അവസാനമായി ഒരു സമാധാനശ്രമം നടത്തി. പക്ഷേ അഹങ്കാരിയായ രാവണൻ അത് നിരസിച്ചു. യുദ്ധം തുടങ്ങി. 18 ദിവസം നീണ്ടുനിന്ന ആ ഘോര യുദ്ധത്തിൽ ഇരുവശത്തും ലക്ഷക്കണക്കിനു പേർ മരിച്ചുവീണു. രാവണന്റെ പ്രമുഖരായ സേനാപതികളെല്ലാം ധൂമ്രാക്ഷൻ, വജ്രദംഷ്ട്രൻ, അകമ്പനൻ, പ്രഹസ്തൻ എന്നിവർ വാനരന്മാരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. രാവണന്റെ അധികായനായ സഹോദരൻ കുംഭകർണൻ 6 മാസത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് യുദ്ധത്തിനു വന്നു. പർവ്വതം പോലെയുള്ള അവൻ ആയിരക്കണക്കിന് വാനരന്മാരെ കൊന്നൊടുക്കി. അവസാനം രാമൻ തന്നെ അവനെ വധിച്ചു. യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടം ഇന്ദ്രജിത്തുമായുള്ള പോരാട്ടമായിരുന്നു. മായായുദ്ധത്തിൽ വിദഗ്ധനായ അവൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞുനിന്ന് നാഗാസ്ത്രം പ്രയോഗിച്ചു.
രാമനും ലക്ഷ്മണനും ഉൾപ്പെടെ എല്ലാവരും ആ അസ്ത്രമേട്ട് നാഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് ബോധനിരച്ചു വീണു. അപ്പോൾ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡനെ കണ്ടതും നാഗങ്ങളെല്ലാം പേടിച്ചു ഓടി. എല്ലാവർക്കും ബോധം തിരിച്ചുകിട്ടി. തോൽവിയിൽ അപമാനിതനായ ഇന്ദ്രജിത്ത് തന്റെ ഏറ്റവും ശക്തമായ അസ്ത്രമായ ശക്തി ലക്ഷ്മണന്റെ നേരെ പ്രയോഗിച്ചു. ആ അസ്ത്രം ലക്ഷ്മണന്റെ നെഞ്ചിൽ തറച്ച് അദ്ദേഹം മരണാസന്നനായി വീണു. അനുജന്റെ അവസ്ഥ കണ്ട രാമൻ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ലങ്കയിലെ രാജവൈദ്യനായ സുഷേണൻ, അതായത് വിഭീഷണന്റെ കൂടെ വന്നവൻ, പറഞ്ഞു, ഹിമാലയത്തിൽ ദ്രോണഗിരി പർവ്വതത്തിൽ 4 തരം ദിവ്യ ഔഷധങ്ങളുണ്ട്. മൃത്യുസഞ്ജീവനി, വിശല്യകരണി, സുവർണകരണി, സന്ധാനി. അത് കൊണ്ടുവന്നാൽ ലക്ഷ്മണനെ രക്ഷിക്കാം. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് അത് കൊണ്ടുവരണം. ആരാണതിനു പോകുക? എല്ലാവരും ഹനുമാനെ നോക്കി. ഹനുമാൻ വീണ്ടും ആകാശത്തേക്ക് കുതിച്ചു. പക്ഷേ ദ്രോണഗിരിയിലെത്തിയപ്പോൾ ഔഷധച്ചെടികൾ സ്വയം ഒളിച്ചതുകൊണ്ട് ഹനുമാൻ അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഹനുമാൻ ആ പർവ്വതമൊന്നടക്കം അടർത്തിയെടുത്ത് കൈയിലേന്തി ലങ്കയിലേക്ക് പറന്നു. മൃത്യുസഞ്ജീവിനിയുടെ ഗന്ധമേറ്റതും ലക്ഷ്മണൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതുപോലെ എഴുന്നേറ്റു. വാനരസേനയിൽ ആഹ്ലാദമല തല്ലി. പിറ്റേന്ന് ഇന്ദ്രജിത്ത് തന്റെ അവസാനത്തെ യാഗമായ നികുംഭിലായാഗം നടത്തി. ആ യാഗം പൂർത്തിയാക്കിയാൽ അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. വിഭീഷണന്റെ സഹായത്തോടെ ലക്ഷ്മണൻ ആ യാഗം മുടക്കി. തുടർന്നുണ്ടായ ഘോരയുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചു. മകന്റെ മരണം രാവണനെ തളർത്തി. തന്റെ സർവ്വസൈന്യവും സഹോദരന്മാരും മക്കളും നഷ്ടപ്പെട്ട അവൻ അവസാനമായി കോപത്തോടെ പ്രതികാരദാഹത്തോടെ രാമനുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടം ലങ്കയുടെ മണ്ണിൽ ആരംഭിച്ചു. രാമനും രാവണനും, നന്മയും തിന്മയും, പ്രകാശവും ഇരുട്ടും. ദേവന്മാർ ആകാശത്തുനിന്ന് ആ യുദ്ധം കാണാൻ അണിനിരന്നു. ദേവരാജാവായ ഇന്ദ്രൻ തന്റെ തേരും തേരാളിയായ മാതിലിയെയും രാമന് സഹായത്തിനായി അയച്ചുകൊടുത്തു. രാമൻ ആ ദിവ്യരഥത്തിൽ കയറി രാവണനെ നേരിട്ടു. ഇരുവരും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ആകാശം മുഴുവൻ അസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഒരാൾ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുമ്പോൾ മറ്റൊരാൾ വാരുണാസ്ത്രം കൊണ്ട് അതിനെ തടഞ്ഞു. നാഗാസ്ത്രത്തിന് ഗരുഡാസ്ത്രം, ഓരോ അസ്ത്രത്തിനും മറുവസ്ത്രം. അവരുടെ പോരാട്ടം കൊണ്ട് ഭൂമി കുലുങ്ങി, സമുദ്രം ഇളകിമറിഞ്ഞു. രാവണൻ തന്റെ മായാശക്തി ഉപയോഗിച്ച് രാമന്റെ അനേകം രൂപങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ രാമൻ അതൊന്നും കാര്യമാക്കിയില്ല. രാവണൻ രാമന്റെ തേരാളിയായ മാതലിയെ അസ്ത്രം കൊണ്ട് മുറിവേൽപ്പിച്ചു. കൊടിമരം തകർത്തു. രാവണൻ ആധിപത്യം നേടുന്നതുപോലെ തോന്നി. രാമൻ ഒരു നിമിഷം തളർന്നു. അപ്പോൾ തേരാളിയായ മാതലി പറഞ്ഞു, പ്രഭു, അങ്ങെന്തിനാണ് ഒരു സാധാരണ മനുഷ്യനെപ്പോലെ വിഷമിക്കുന്നത്? അങ്ങയുടെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചോർക്കൂ. അഗസ്ത്യമഹർഷി ആകാശത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ട് രാമന് ആദിത്യഹൃദയം എന്ന മന്ത്രം ഉപദേശിച്ചുകൊടുത്തു. സൂര്യദേവനെ പ്രീതിപ്പെടുത്താനുള്ള ആ മന്ത്രം ചൊല്ലിയപ്പോൾ രാമന് പുതിയൊരു ഊർജവും തേജസ്സും ലഭിച്ചു. രാമൻ വീണ്ടും ഘോരമായി യുദ്ധം ചെയ്തു. അദ്ദേഹം രാവണന്റെ 10 തലകളും ഒന്നൊന്നായി അറുത്തുമാറ്റി. പക്ഷേ ഓരോ തവണ തലയറുക്കുമ്പോഴും പുതിയൊരെണ്ണം അവിടെ മുളച്ചുവന്നു. രാവണൻ അട്ടഹസിച്ചു. രാമൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. അപ്പോൾ വിഭീഷണൻ രാമനോട് ഒരു രഹസ്യം പറഞ്ഞു. പ്രഭു, രാവണന്റെ ജീവൻ അവന്റെ ഹൃദയത്തിലല്ല, നാഭിയിലുള്ള അമൃതകുംഭത്തിലാണ്. ബ്രഹ്മാവിന്റെ വരദാനം കൊണ്ടാണത്. ആ അമൃതകുംഭം തകർത്താലേ രാവണൻ മരിക്കൂ. അത് കേട്ടതും രാമൻ തന്റെ അവസാനത്തെ ഏറ്റവും ശക്തമായ അസ്ത്രം കയ്യിലെടുത്തു. ബ്രഹ്മാവ് നൽകിയ ബ്രഹ്മാസ്ത്രം. അതിൽ വായുദേവനും സൂര്യദേവനും അഗ്നിദേവനും ആവാഹിക്കപ്പെട്ടിരുന്നു. മന്ത്രങ്ങൾ ജപിച്ച് രാമൻ ആ അസ്ത്രം രാവണന്റെ നാഭി ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു. സൂര്യനെപ്പോലെ ജ്വലിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രം പാഞ്ഞുചെന്ന് രാവണന്റെ നെഞ്ചു പിളർന്ന് നാഭിയിലെ അമൃതകുംഭം തകർത്ത് ഭൂമിക്കടിയിലേക്ക് പോയി തിരികെ രാമന്റെ ആവനാഴിയിൽ തന്നെ വന്നു നിന്നു. അമൃതകുംഭം തകർന്നതോടെ രാവണൻ തന്റെ കയ്യിലിരുന്ന വില്ലും വാളുമെല്ലാം താഴെയിട്ട് ഭീമാകാരമായ ആ ശരീരം ഒരു പർവ്വതം ഇടിഞ്ഞു വീഴുന്നതുപോലെ ലങ്കയുടെ മണ്ണിലേക്ക് പതിച്ചു. ലോകത്തെ വിറപ്പിച്ച ലങ്കാധിപതിയുടെ അന്ത്യം. ധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയം. ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. വാനരസേന ആഹ്ലാദാരവങ്ങൾ മുഴക്കി. ജയ് ശ്രീരാം! യുദ്ധം അവസാനിച്ചു. വിഭീഷണൻ തന്റെ സഹോദരന്റെ മൃതദേഹം കണ്ട് ഒരുപാട് കരഞ്ഞു. രാമൻ അവനെ ആശ്വസിപ്പിച്ചു.
മരണം കൊണ്ട് ശത്രുത അവസാനിക്കുന്നു. രാവണന്റെ അന്ത്യകർമ്മങ്ങൾ രാജകീയമായി തന്നെ നടത്താൻ രാമൻ നിർദ്ദേശിച്ചു. അതിനുശേഷം രാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ വിഭീഷണനെ ലങ്കയുടെ പുതിയ രാജാവായി അഭിഷേകം ചെയ്തു. ഇനി രാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ്. സീതയെ കാണാൻ പോകുന്നു. ഹനുമാനോട് സീതയെ ഈ വിവരം അറിയിക്കാൻ പറഞ്ഞു. ഹനുമാൻ അശോകവനത്തിലെത്തി. അമ്മേ, നമ്മൾ വിജയിച്ചു, രാവണൻ കൊല്ലപ്പെട്ടു. സീതയ്ക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വിഭീഷണൻ സീതയെ രാജകീയമായി അണിയൊരുക്കി പല്ലക്കിൽ രാമന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ രാമന്റെ മുഖത്ത് സന്തോഷമായിരുന്നില്ല, ഗൗരവമായിരുന്നു. എല്ലാ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും മുന്നിൽ വെച്ച് രാമൻ സീതയോട് ഹൃദയം പിളർക്കുന്ന ചില വാക്കുകൾ പറഞ്ഞു. സീതേ, ഞാനീ യുദ്ധം ചെയ്തത് എന്റെ കുലത്തിന്റെ മാനം രക്ഷിക്കാനാണ്, നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ല. രാവണന്റെ കൊട്ടാരത്തിൽ 1 വർഷം കഴിഞ്ഞ നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. നിനക്കെവിടെ വേണമെങ്കിലും പോകാം. ലക്ഷ്മണനെയോ ഭരതനെയോ സുഗ്രീവനെയോ വിഭീഷണനെയോ ആരെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം. ആ വാക്കുകൾ കേട്ട് സീത തകർന്നുപോയി. ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാകുന്നതുപോലെ അവർക്കു തോന്നി. കണ്ണീരോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞു, അങ്ങ് എന്താണീ പറയുന്നത്? എന്റെ ചാരിത്രത്തെയാണോ അങ്ങ് സംശയിക്കുന്നത്? ലക്ഷ്മണ, ഒരു ചിതയൊറുക്കൂ, ഞാൻ എന്റെ പരിശുദ്ധി തെളിയിക്കാം. ലക്ഷ്മണൻ കോപത്തോടെയും ദുഃഖത്തോടെയും രാമനെ നോക്കി. രാമന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. ലക്ഷ്മണൻ ഒരു വലിയ ചിതയൊരുക്കി. സീത ആ അഗ്നികുണ്ഡത്തെ വലം വെച്ച് കൈകൂപ്പിക്കൊണ്ടു പറഞ്ഞു, ഞാൻ എന്റെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ രാമനെയല്ലാതെ മറ്റൊരാളെ സ്പർശിച്ചിട്ടില്ല എങ്കിൽ ഈ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ. അതും പറഞ്ഞ് സീത ആ ആളിക്കഴിഞ്ഞ തീയിലേക്ക് എടുത്തുചാടി. അടുത്ത നിമിഷം അഗ്നിദേവൻ പന്നെ സീതയെ കൈകളിൽ താങ്ങിക്കൊണ്ട് ആ ചിതയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം രാമനോട് പറഞ്ഞു, രാമ, സീത പരിശുദ്ധയാണ്, ഇവളെ സ്വീകരിക്കാലും. അപ്പോൾ ബ്രഹ്മാവും ദശരഥന്റെ ആത്മാവും ഉൾപ്പെടെ എല്ലാ ദേവന്മാരും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞു, രാമ, നീ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, സീത ലക്ഷ്മീദേവിയാണ്. ലോകത്തിന് ഒരു മാതൃക കാണിക്കാനാണ് നിങ്ങൾ ഈ നാടകം കളിച്ചത്. ഇനി നിങ്ങളുടെ അവതാര ലക്ഷ്യം പൂർത്തിയായി. സീതയെ സ്വീകരിക്കൂ. രാമൻ പുഞ്ചിരിയോടെ സീതയെ സ്വീകരിച്ചു. തന്റെ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണുനീർ തുടച്ചു. സീതേ, നിന്റെ പരിശുദ്ധിയിൽ എനിക്കൊരു സംശയവുമില്ലായിരുന്നു. പക്ഷെ ലോകം നിന്നെ സംശയിക്കാതിരിക്കാൻ ഈ അഗ്നിപരീക്ഷ ആവശ്യമായിരുന്നു. അങ്ങനെ 14 വർഷത്തെ വനവാസം അവസാനിച്ചു. രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും മറ്റു വാനരപ്രമുഖരും പുഷ്പകവിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് യാത്രയായി. ഭരതൻ നന്ദിഗ്രാമിൽ ജ്യേഷ്ഠന്റെ വനവും കാത്ത് ഒരു സന്യാസിയെപ്പോലെ ജീവിക്കുകയായിരുന്നു. രാമൻ വരുന്നില്ല എങ്കിൽ അഗ്നിപ്രവേശം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹനുമാൻ നേരത്തെ ചെന്ന് രാമന്റെ വരവറിയിച്ചു. അയോധ്യ ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു, ഒരു ദീപാവലി പോലെ. രാമൻ അയോധ്യയിൽ കാലുകുത്തിയപ്പോൾ ആ നാടു മുഴുവൻ ആനന്ദസാഗരത്തിൽ മുങ്ങി. ഭരതൻ ഓടിവന്ന ജ്യേഷ്ഠന്റെ കാൽക്കൽ വീണു. 4 സഹോദരങ്ങളും വീണ്ടും ഒന്നിച്ചു. ശുഭമുഹൂർത്തത്തിൽ രാമൻ അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന ദുഃഖങ്ങളില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, രോഗങ്ങളില്ലാത്ത ആ സുവർണ കാലഘട്ടം രാമരാജ്യം ആരംഭിച്ചു. ഇതായിരുന്നു രാമായണത്തിന്റെ കഥ. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും ഭക്തിയുടെയും കഥ. രാമൻ ഒരു നല്ല മകനായും നല്ല സഹോദരനായും നല്ല ഭർത്താവായും നല്ല സുഹൃത്തായും നല്ല രാജാവായും എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. സീത ക്ഷമയുടെയും പരിശുദ്ധിയുടെയും ആത്മബലത്തിന്റെയും പ്രതീകമായി. ലക്ഷ്മണൻ നിസ്വാർത്ഥ സേവനത്തിന്റെ ഉദാഹരണമായി. ഹനുമാൻ ഭക്തിയുടെ പര്യായമായി. ഈ കഥ ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉറക്കവും നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും രാമായണത്തിലെ ഓരോ കഥാപാത്രവും നിങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. നന്മയുടെ പാതയിൽ സഞ്ചരിക്കുക, ധർമ്മമനുഷ്ഠിക്കുക. വിജയം നിങ്ങളെ തേടിവരും. ശുഭരാത്രി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഈ നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ. ഞങ്ങളുടെ ഈ പരിശ്രമം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് ഞങ്ങൾക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. എല്ലാവർക്കും നല്ലൊരു ഉറക്കം നേരുന്നു. നന്ദി, നമസ്കാരം.